നമ്മൾ ആദ്യം തന്നെ സാറിനെ സമീപിച്ചപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ നമ്പേഴ്സ് ഒന്നും നമുക്ക് വേണ്ട, താല്പര്യമുള്ള കുറച്ച് ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജാമ്യയിലെ ഇന്നർ ജാമ്യയിലുള്ള ആൾക്കാരെ മാത്രമേ ഇതിൽ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. പുറത്തേക്കൊന്നും അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ജാമ്യയിലെ സ്മൃതിയിലുള്ള അംഗങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഓറിയന്റേഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ അധ്യയന വർഷത്തിന്റെ എൻഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുമ്പ് അഡ്മിഷൻ എടുത്ത അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫൈനൽ ഇയേഴ്സ് അവരുടെ ലാസ്റ്റ് സെമിസ്റ്ററിലാണ്. ഓൺലൈനായിട്ട് 1 വർഷം പോയി. അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഇതിലൊക്കെ നമ്മൾ ഈ അക്കാദമിക സ്വപ്നങ്ങളെ കണ്ടിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ അത് റിസർച്ച് ആർട്ടിക്കിളായിക്കോട്ടെ പബ്ലിക്കുകളുമായിട്ട് നമ്മൾ കൂടുതൽ എൻഗേജ് ചെയ്ത് പോകാനും നമുക്ക് അതിൻ്റെ ഒരു അറിവിൻ്റെ കുറവ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. റിസർച്ച് പേപ്പർ എങ്ങനെ എഴുതണം, ഇനിയിപ്പോൾ മിഡ് ടേം പേപ്പറൊക്കെ എഴുതുന്നവരാണെങ്കിൽ തന്നെ അതെങ്ങനെ ഒരു പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരുപാട് സംശയങ്ങളും ചോദ്യചിഹ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രതിസന്ധികൾ നേരിടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്മൃതിയുടെ കീഴിൽ ജാമ്യയിലെ മലയാളി കൂട്ടായ്മയായ സ്മൃതിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഈ സെഷനിൽ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജാമ്യയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറും നമ്മുടെ സ്മൃതി കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മികച്ച പിന്തുണയും സഹകരണവും ഒക്കെ തരുന്ന നമ്മളൊരു ഉപദേഷ്ടാവെന്ന നിലയിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന സമീർ സാറാണ്. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഹാവ് യു വിത്ത് us. ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ശ്രവിക്കാൻ എത്തിയിട്ടുള്ള ഭാവിയിലെ അക്കാദമിക് സ്പേസുകളിലെ പുലികളും കടുവകളൊക്കെ ആവാനിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്മൃതി അംഗങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമീർ സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. സ്മൃതി ഇപ്പം ഈയിടെയായിട്ട് വളരെ നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട്. അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സ്മൃതിയുടെ അക്കാഡമിക് സെല്ലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു മെമ്പർ എന്ന രീതിയിൽ ഓരോ ഇനീഷ്യേറ്റീവ്സും കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മളെ ഒരു നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമ്മൾ അതിനെ എങ്ങനെ മാക്സിമം ഫ്രൂട്ട്ഫുൾ ആക്കാം എന്നുള്ളതിന് ശരിക്കും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഓരോരുത്തരും ആ ഒരു അക്കാഡമിക് ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ അതിനെ എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു നാട്ടിൽ നിന്ന് വിട്ടുനിന്ന് വേറിട്ട ഒരു ക്യാമ്പസിൽ അല്ലെങ്കിൽ വേറിട്ട ഒരു അക്കാഡമിക് സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുക എന്ന് പറയുന്നത് ശരിക്കും ഒരു കൂട്ടായ എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് സ്കോപ്പ് വളരെ കുറവായിരിക്കും. പലർക്കും ഓറിയന്റേഷൻ ഉള്ളവരായിരിക്കും, പലരും ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്കൊരു വലിയൊരു മെജോറിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിൽ പല തടസ്സങ്ങളും ഉണ്ടാവും. അവർക്കൊക്കെ എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു മോട്ടിവേഷനാണ്. ചെറിയ തരത്തിലുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൂടെ ആയിരിക്കാം, ഇൻഡിവിജ്വലായി നമ്മൾ കൊടുക്കുന്ന മെന്ററിങ്ങിലൂടെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഈ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് ശരിക്കും മുന്നോട്ട് വരുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ അവർ നിലവിലുള്ളതിൽ നിന്ന് കൂടുതൽ മാറ്റങ്ങൾ അവരിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുക. അപ്പൊ അങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അക്കാഡമിക് പ്രോഗ്രാമുകൾ അത് നമുക്കൊരു ഒരു ഹാബിറ്റ് ആക്കി മാറ്റണം ശരിക്കും. അതിൽ സ്മൃതി ഒരുപാട് ഇടപെടുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മൾ ഈ പ്രോഗ്രാം, ഇന്നത്തെ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അക്കാഡമിക് പബ്ലിക്കേഷൻ എന്നുള്ള ഒരു മേഖലയിലെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത് ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോഴും ചെറിയൊരു ആങ്സൈറ്റി ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ ഇതിനൊക്കെ ആയിട്ടുണ്ടോ, എനിക്കിതൊക്കെ പറ്റുമോ, അത് വേറെ കുറെ ആളുകൾ ചെയ്യുന്നതല്ലേ, അങ്ങനെയുള്ള കുറെ ആങ്സൈറ്റീസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ശരിക്കും നമ്മളിൽ നിന്ന് വിട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പേസിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് വേറെ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒരു ഹയർ സ്പേസിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കാം. ഹയർ സ്പേസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അക്കാഡമിക് ഡിസ്കോഴ്സ് ഒക്കെ നടക്കുന്ന കുറച്ച് ഏരിയകളിൽ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നു, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ അതല്ലെങ്കിൽ അസീം പ്രേംജി അങ്ങനെയുള്ള പോലെ ചില സ്ഥാപനങ്ങളിലെ ഉള്ള കുട്ടികൾ, അതല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ചില ലീഡിങ് കോളേജുകളിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, അപ്പൊ ഇവരൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പരിചയത്തിലുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെയും
ആ ഒരു അവർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ് എന്നിരുന്നാൽ പോലും അവരൊക്കെ ഒരു അക്കാഡമിക് സ്പേസ് കണ്ടെത്തിയ ആൾക്കാരാണ് പലപ്പോഴും. ഞാൻ 1-2 എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ്. അതായത് ഇപ്പൊ സിംപ്രേംജിയിലോ അല്ലെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന എല്ലാവരും വളരെ അപ് ടു ഡേറ്റ് ആണ്, അല്ലെങ്കിൽ അവർ എല്ലാം വളരെ ലീഡിംഗ് ആണെന്നുള്ള അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ജാമ്യയിൽ പഠിക്കുന്നവർ വളരെ മോശം എന്നുള്ള അർത്ഥമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചില സ്പേസുകളിൽ കുട്ടികൾക്ക് കിട്ടുന്ന മോട്ടിവേഷൻ വളരെ വലുതാണ്. അതായത് ഈവൻ ഇൻ ദ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ദേ ആർ ഏബിൾ ടു സെൻഡ് സം ഓഫ് ദ വെരി സിഗ്നിഫിക്കൻറ്റ് കോൺഫറൻസസ്, പബ്ലിക്കേഷൻസ്, നല്ല രീതിയിലുള്ള ലീഡിംഗ് ആയിട്ടുള്ള ജേർണൽസിൽ പബ്ലിഷ് ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പറ്റാറുണ്ട്. അതിന്റെ ഒരു കാരണം ഒരു പരിധി വരെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ പറയുമ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റൽ ലെവലിൽ നിന്ന് അതല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പലപ്പോഴും ഒരു ലാർജർ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ആർട്സ് സ്ട്രീമിൽ കൂടുതൽ, അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് സ്ട്രീമിൽ കൂടുതൽ, അതായത് നമ്മൾ കൂടുതൽ നമ്പറിനെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനത്തിൽ, ജാമ്യ പോലുള്ള, നമ്മൾ unlike the private universities, we are a public university and we have a number of seats are more. അങ്ങനെ ഒരു കേസിൽ പലപ്പോഴും നമുക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പലപ്പോഴും ടീച്ചേഴ്സിന് പറ്റിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഓറിയന്റേഷൻ, റിസർച്ച് ഓറിയന്റേഷൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിക്കൊള്ളണമെന്നില്ല. ചില സയൻസ് ഡിപ്പാർട്ട്മെന്റുകൾ ദേ ആർ വെരി മച്ച് engaged in the research activities. When we look into some of the social science departments, they are least concerned about the research segment. അപ്പൊ അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, വെദർ യു ആർ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ, മാസ്റ്റർ, MPhil ഓർ PhD ലെവൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പോസ്റ്റ് ഡോക്ടറലാണോ, ഏത് ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും there is a scope for research everywhere. ഇനി മറ്റൊരു കാറ്റഗറി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ചില ആളുകൾ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റിസർച്ച്, എനിക്ക് റിസർച്ച് ഒന്നും വേണ്ട, എന്തിനാ റിസർച്ച്, ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, ഞാൻ സിവിൽ സർവീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്റെ കൺസേൺ എന്ന് പറയുന്നത് കുറെ മാനേജ്മെന്റ്സ് ആണ്, ഐ ആം ലീഡിങ് ടു, മൈ പോയിന്റ് ഈസ് ഇൻ ബിസിനസ്, എന്റെ സ്പേസ് എന്നൊരു ബിസിനസ്സിലാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ജേർണലിസം ആണ് ഞാൻ ചെയ്യുന്നത്, അതിലാണ് എന്റെ കൺസേൺ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊരു ഇന്റർവ്യൂവിനും നമ്മൾ പോവുകയാണെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈവൻ ഇറ്റ് ഈസ് എ റിസർച്ച് എക്സാക്ട്ലി ഓർ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു അഡ്മിൻ, ഓൾ ദ ടൈം ദ പാരാമീറ്റേഴ്സ് ആർ മോർ ഓർ ലെസ് സെയിം. എവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ പാരാമീറ്റേഴ്സ് സെയിം ആണ്. നിങ്ങൾ റിസർച്ച് ഓർഗനൈസേഷനിൽ പോവുകയാണെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഓഫ് ഇൻ ടേംസ് ഓഫ് പബ്ലിക്കേഷൻ, നമ്മൾ എത്ര കോൺഫറൻസിൽ പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു ഈവൻ അഡ്മിൻ പൊസിഷനിൽ പോവുകയാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്കൊരു അതിൻ്റെതായ ഒരു സംഭവമുണ്ട്. ആക്ച്വലി വെൻ വി ആർ ലുക്കിംഗ് ടു ദ വാട്ട് വി കോൾ ഇറ്റ് ആസ് ജസ്റ്റ് പ്രൊഫൈൽ ഓഫ് ദ എംപ്ലോയ്മെന്റ്, നമ്മളൊരു ജോബ് നോക്കുമ്പോഴേ അല്ലെങ്കിൽ ജോബിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ളൊരു കാര്യമാണ്, ഞാൻ ഐ ആം നോട്ട് ജനറലൈസിങ്, സ്റ്റിൽ മോസ്റ്റ് ഓഫ് us we are not focusing on the exact profile of the thing. നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ വേഗം ഗ്രൂപ്പിലിടും. പക്ഷേ അതിലെ കണ്ടീഷൻ, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, SLC-കാർക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പല പോസ്റ്റുകളും PhD-യുടെ ഒക്കെ പല പോസ്റ്റുകളും കാണുമ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെടാറുണ്ട്. എന്തിനാ ആളുകൾ ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്നത് നോക്കാറുണ്ട് പലപ്പോഴും. ആളുകളില്ല, ഇന്ന കാൻഡിഡേറ്റ്സ് ഇല്ല, ആ കാൻഡിഡേറ്റ്സ് ഇല്ല, ഇന്ന കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സ് ഇല്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് വെറുതെ ഒരു മോട്ടിവേഷൻ കൊടുക്കും. എക്സാക്ട്ലി നമ്മൾ വെൻ വി ലുക്ക് ഇൻ ടു ദ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC എന്ന് പറയുന്നത് അല്ലെങ്കിൽ +2 എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിരിക്കാം. അത് കഴിഞ്ഞ് വേറെ കുറെ ക്വാളിഫിക്കേഷൻസ് എസെൻഷ്യൽ ആയിട്ടോ ഡിസൈറബിൾ ആയിട്ടോ പറയുന്നുണ്ടായിരിക്കും. അതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല പലപ്പോഴും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ, നിങ്ങളൊരു പ്രൈവറ്റ് ഫേമിൽ നിങ്ങൾ ജോബ് നോക്കുന്നു, അതല്ലെങ്കിൽ UN ഒരു ജോബ് നോക്കുന്നു. അപ്പൊ നമ്മൾ job.uk ജോബ്സിന്റെ കറക്റ്റ് എനിക്ക് അറിയില്ല, ഏകദേശം jobs.uk ആണെന്ന് തോന്നുന്നു. അതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വെസ്റ്റേൺ ഏരിയയിൽ, വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോബ്സ് ഒരുപാട് വരാറുണ്ട്. ഞാനത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ വരാറുണ്ട്. സോഷ്യൽ സയൻസ് ജോബ്സ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് സാധാരണ അതിന്റെ ലിസ്റ്റിംഗ് വരാറുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഞാനും എൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനും വൈഡ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ ഈ jobs.uk ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് അതിലെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സാധാരണ നമ്മളൊരു കൺസേൺ എന്ന് പറയുന്നത്, വെൻ യു ആർ ഹാവിങ് എ ക്വാളിഫിക്കേഷൻ ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷൻ, നമ്മുടെ ഒരു അസംഷൻ ആണ് വി ആർ എലിജിബിൾ ഫോർ എ റിസർച്ച് അസിസ്റ്റന്റ് പൊസിഷൻ. ശരിക്കും റിസർച്ച് അസിസ്റ്റന്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈസ് ടെക്നിക്കലി നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ടെക്നിക്കലി ദാറ്റ് ഇസ് ദ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അറ്റ് ദ സെയിം ടൈം അവർ ചോദിക്കുന്ന പല തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്, ഇതൊക്കെ വേണം. ഇന്നെങ്കിൽ നിങ്ങൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസിനുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കാം, അതല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനുള്ള പല സോഫ്റ്റ്വെയർ. SPSS ഈസ് വൺ ഓഫ് ദ സോഫ്റ്റ്വെയർ. ആർ സ്റ്റുഡിയോ നിങ്ങൾക്ക് അറിയാമോ?
ഒരുപാട് സ്റ്റാറ്റ് ഉണ്ട്, സ്റ്റാറ്റ് ക്രാഫ്റ്റ് ഉണ്ട്, ജെമെട്രിക് ഉണ്ട്, ലിസ്റൽ ഉണ്ട്, സാസ് ഉണ്ട്, സ്റ്റാറ്റ് ഉണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയറിൽ പൈത്തൺ ഉണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് റിസർച്ചിൽ വെൻ വി ടേക്ക് ദ കൺസിഡറേഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ്. അവിടെ നമുക്ക് എൻവിവോ ഉണ്ട്, അതുപോലെ തന്നെ അറ്റ്ലസ് ടി ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട് ഇപ്പം. അപ്പൊ അതൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. സോ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഫ്രാങ്ക്ലി ഐ ക്യാൻ ടെൽ യു ദാറ്റ് വി ആർ നോട്ട് റിസർച്ച് ഓറിയന്റഡ് ഇൻ ടേംസ് ഓഫ് അവർ പ്രോഗ്രാംസ്. നമ്മുടെ പ്രോഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ റിസർച്ച് ഓറിയന്റേഷൻ ഇല്ല നമുക്ക്. വൺസ് വി ഹാവ് എ റിസർച്ച് ഓറിയന്റേഷൻ, definitely students will come forward for publications and research. അങ്ങനെ ഒരു ഓറിയന്റേഷൻ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പബ്ലിക്കേഷൻ വരാത്തത്. അത് നമ്മുടെ ഒരു കുറ്റമല്ല ശരിക്കും. സിസ്റ്റം ഇറ്റ് സെൽഫ് ഈസ് നോട്ട് പ്രൊമോട്ടിംഗ് റിസർച്ച് ആസ് സച്ച്. പോസ്റ്റ് ഗ്രാജുവേറ്റിൽ there are chances of research methodology in many of the departments like psychology, education, ഇങ്ങനെ social work. When we take these departments, we have a specific paper research methodology. ചില ഡിപ്പാർട്ട്മെന്റിൽ even now they are not focusing on research, applications of research, or even the dissertations. Many of the departments, even my department, we don't have a dissertation as a compulsory. There is an optional, but they are not even promoting the research, that research kind of thing. But at the same time, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന, എൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികളുടെ ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ അവരുടെ ജോബ് പ്രോസ്പെക്ട് എന്ന് പറയുന്നത് റിസർച്ച് ഓർഗനൈസേഷൻസ് ആണ്. Once you are not promoting the research as a part of your program, at the same time you are promoting that this have a scope in research, this has a scope in research. അപ്പോൾ അവിടെ ഒരു കൈൻഡ് ഓഫ് ഒരു നമുക്കൊരു വൈരുദ്ധ്യം അവിടെ കാണാൻ പറ്റും ശരിക്കും. അപ്പോൾ ഇനി എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുള്ള, ഞാൻ വലിയ ദീർഘിപ്പിച്ച് കുറെ ഒരു സംഭവം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഒരു PPT ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് ഇറ്റ്. ഞാനത് ജസ്റ്റ് നേരത്തെ യൂസ് ചെയ്തിരുന്ന ഒരു PPT തന്നെയാണ്. ജസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു സം ഓഫ് ദ കൺസേൺ ഓഫ് ദാറ്റ്. സി, ഇവിടെ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, വെൻ വി ആർ അപ്രോച്ചിങ് ദ പബ്ലിക്കേഷൻ, ഇവിടെ ഒരു സംബഡി ഈസ് വെരി ടാലന്റഡ്, സംബഡി ഈസ് നോട്ട് ടാലന്റഡ്, അങ്ങനെ ഒരു സാധനവും ഇല്ല ഇതിൽ. ഇവിടെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു റിസർച്ചർ ആണ്, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് to have a courage to take up something, okay, I'll publish, definitely I'll write something, I'll accompany someone to get it corrected or get it modified. ഞാൻ ചില സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസോ പഠിച്ച് അതിനെ കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊളാബറേറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഞാനിത് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഫേം ഡിസിഷൻ ആണ് ശരിക്കും ആക്ച്വലി ദാറ്റ് ഈസ് ദ ക്രക്സ് ബിഹൈൻഡ് ദ പബ്ലിക്കേഷൻ. റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ കം. നമ്മളൊരു ആ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ എല്ലാം ബാക്കി നമ്മൾ താനെ പിന്നിൽ നമുക്ക് വരുന്ന ഒരു കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിസർച്ചിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറയുമ്പോൾ ഏതൊരു ആക്ടിവിറ്റിയിലും നമുക്ക് റിസർച്ച് കാണാൻ പറ്റും. the knowledge itself, everything is out of a research activity. Research leads to production, research leads to the productivity. These are linked. നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും എന്തൊരു ഇന്നോവേഷൻ ആണെങ്കിലും അതിപ്പോൾ ഒരു റോബോട്ടിക് ആയിട്ടില്ല. അപ്പം ബാംഗ്ലൂരിൽ നമ്മൾ ആദ്യത്തെ റോബോട്ട് ബേസ്ഡ് സ്കൂൾ വന്നു, അല്ലെങ്കിൽ റോബോട്ട് ഈസ് എ ടീച്ചർ, ദർ ഇസ് നോ ഹ്യൂമൻ എലമെന്റ് ഇൻ ദ ക്ലാസ് റൂം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വന്നു, ചാറ്റ് GPT വന്നു, ഓരോ കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെ വാട്ട് ഈസ് ആക്ച്വലി ബിഹൈൻഡ് ഇറ്റ്? ഇതൊക്കെ റിസർച്ചിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ഇറ്റ്സ് എൻ ഔട്ട്കം ഓഫ് എനി വൺ ഓർ ദി അതർ റിസർച്ച് ഓർ എ കൈൻഡ് ഓഫ് collaborative effort of many researchers. അതായത് ഒരു സോഷ്യൽ ഗുഡ് ആണ്. അല്ല, ഒരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ സംതിങ് ഇസ് ഡെവലപ്പിംഗ് ഇൻ ദ സൊസൈറ്റി ഡെവലപ്സ്. നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു, ലോട്ട്സ് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദ ഹ്യൂമൻ കൈൻഡ്. മനുഷ്യരുടെ ഒരുപാട് ചേഞ്ചസ് വന്നാണ് ഇലക്ട്രിസിറ്റി വന്നത്. അതുപോലെ തന്നെ വീൽസ്, നമ്മൾ ഇനീഷ്യലി നമ്മൾ പറയാറുണ്ട്, വീൽസ് കണ്ടതിന് ശേഷമാണ് ഒരുപാട് റെവല്യൂഷൻസ് മനുഷ്യരാശിയിൽ തന്നെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉണ്ടാകാതെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാറുണ്ട്. ഓരോന്നും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഇനി ഇതിനൊരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് നമ്മൾ പറയുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് ദ പോപ്പുലാരിറ്റി ഈസ് എ കൺസേൺ. പോപ്പുലാരിറ്റി കൺസേൺസ് ലൈക്ക് ആസ് എ റിസർച്ചർ ഐ ഹാവ് ടു ഗെറ്റ് എ നെയിം ആൻഡ് ഫെയിം. ഇഫ് ഐ എം അപ്ലൈങ് somewhere, I need some points, I need some publications, I have to have a kind of a number of conferences, conference proceedings, conference presentations, patent venam, adalekil books, I have to publish some books. So all these are the concerns as a part of research.
And now, this is a very significant term I mentioned here. It is to be public, and it will be linked. We all the time we have to link it with the development goals. And these are something I'm not come to the points. Okay. Now, here some of the questions I have just taken from Sachdeva 2020. So you can ask some questions. Have you done something new when we are entering into the research? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഒരു പുതിയ സാധനമായിരിക്കണം, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. These are some of the common things I just mentioned. If your work is something challenging, then only people will accept your work. If your result influence the other researcher, then only you will get a kind of acceptance in research. Otherwise, nobody will look into whether you are a good researcher, whether your methodology is wonderful or not. Nobody looks into whether the result influences the other researchers. Similarly, have you provided solutions to some very difficult problem? These are some of the concerns actually while doing a research we have to look into. ഇതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയുന്നത്, നമ്മളൊരു റിസർച്ച് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ, അല്ലെങ്കിൽ എനിക്കും എഴുതണം, ഐ ആൾസോ ഹാവ് ടു പബ്ലിഷ്. സംബഡി പബ്ലിഷ്ഡ്, ഓക്കെ, വൈ ഡോണ്ട് ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടെ, അത് ചോദിക്കുമ്പോഴേ ഐ ഹാവ് 2 questions to you. To what extent is the knowledge of your research? നമ്മുടെ നോളജ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് റിസർച്ച്? ഇഫ് യു ആർ പബ്ലിഷിംഗ്, വാട്ട് ഈസ് ദ വേ ഓഫ് പബ്ലിഷിംഗ്? നോളജ് ഓഫ് റിസർച്ച്, നോളജ് ഓഫ് ദ ജേർണൽസ്. അതിന് വേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു ഇറ്റ്സ് നോട്ട് എ ഹെർക്കുലിയൻ ടാസ്ക്. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി ദ റീഡിങ്. ഇഫ് യു ആർ ഫ്രം സോഷ്യോളജി, സൈക്കോളജി, ഫിലോസഫി, history, economics, education, social work, adult education, say for example physics, chemistry, biotechnology, whatever it is your discipline, you have to read the sources of information from the respective discipline. That is the first lesson you have to prepare for a publication. First lesson is understanding the source of information. Where are the journals? If I am a student or a teacher from education faculty or have a serious research interest in education, എനിക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ റിസർച്ചിനെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡിസിപ്ലിനിലെ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, വാട്ട് ആർ ദ ലീഡിങ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ in terms of journal, in terms of the publication, in terms of the books. ലീഡിംഗ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിളുകൾ വരുന്ന ജേർണൽസ് എന്താണ്, ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് പുതിയ അഡ്വാൻസസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരുന്ന ജേർണൽസ് ഏതൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം. അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ബിക്കോസ് ഇതറിയാം, നിങ്ങൾക്ക് അറിയായിരിക്കും, ദിസ് ഈസ് വൺ ഓഫ് ദ സ്കിൽസ് വി ആർ സപ്പോസ് ടു ഹാവ് ത്രൂ പോസ്റ്റ് ഗ്രാജുവേഷൻ. നമ്മൾ 21ാം നൂറ്റാണ്ടിലെ സ്കില്ലുകൾ പറയുമ്പോഴേ ഇൻഫർമേഷൻ സോഴ്സിനെ അറിയുക എന്നുള്ളത്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ സ്കിൽസ്. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ there is no way ahead. അപ്പൊ അതറിയുക. അത് തന്നെ ഇഫ് യു ആർ, നമുക്ക് ABDC ജേർണൽസ് ഉണ്ട്, പല Q1, Q3, പല റാങ്ക്, പല റേഞ്ചസിൽ വരുന്ന ജേർണൽസ് ഉണ്ട്, പല കമ്പനികളും പല ഓർഗനൈസേഷൻസും ദേ കാറ്റഗറൈസ് ജേർണൽ ഇൻ ടു വേരിയസ് കാറ്റഗറീസ്. റാങ്കിങ്, നിങ്ങൾ പല റാങ്കിങ്ങുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻ ഇന്ത്യ വി ഹാവ് UGC കെയർ ലിസ്റ്റഡ് ജേർണൽസ്. അപ്പൊ ഇതൊക്കെ ക്വാളിറ്റി ബേസിസിൽ ടൈം ടു ടൈം റിവൈസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് ശരിക്കും ഇങ്ങനെയുള്ള റാങ്കിങ് ഓഫ് ജേർണൽസ് ഓർ ഇൻഡെക്സിങ് ഓഫ് ജേർണൽസ്. അപ്പൊ ഇതിനെ കുറിച്ച് അറിയുക. അതിൽ തന്നെ എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള വാട്ട് ഈസ് ആക്സസിബിൾ ടു മീ ആസ് എ സ്റ്റുഡന്റ്, ആസ് എ ഫാക്കൽറ്റി. അപ്പൊ അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്റെ റിസർച്ച് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. ആസ് വെൽ ആസ് ഐ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ സം ഓഫ് പോളിസി ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, കരിക്കുലം സ്റ്റഡീസ്, അതുപോലെ തന്നെ ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ. ഇതെല്ലാം എൻ്റെ ഒരു റിസർച്ചിന്റെ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും, ഞാൻ എങ്ങനെയാണ് ഒരു റിസർച്ച് ഇൻട്രസ്റ്റ് ഞാൻ കണ്ടെത്തുക? നമ്മളിപ്പം ഒരു പോസ്റ്റ് ഗ്രാജുവേഷനിൽ പഠിക്കുമ്പോഴോ അണ്ടർ ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് there are 7 or 8 മേജർ ടോപ്പിക്സുകൾ നമുക്ക് ഉണ്ടായിരിക്കും. സോഷ്യോളജി ആണെങ്കിൽ അർബൻ സോഷ്യോളജി ഉണ്ടായിരിക്കും, സോഷ്യോളജിക്കൽ തിയറീസ് ഉണ്ടായിരിക്കും, തിങ്കേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുന്നുണ്ടായിരിക്കും. ഇക്കണോമിക്സ് ആണെങ്കിൽ ഇക്കണോമിക്സ് ഉണ്ടായിരിക്കും, ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഉണ്ടായിരിക്കും, മൈക്രോ മാക്രോ പല കാറ്റഗറി ഉണ്ടായിരിക്കും. സോഷ്യൽ വർക്കിലും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ പഠിക്കുന്നവരുണ്ടായിരിക്കും, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, മെഡിക്കൽ ആൻഡ് സൈക്കാട്രി. സൈക്കോളജിയിലാണെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പറയും, എഡ്യൂക്കേഷൻ സൈക്കോളജി പ്രിഫറൻസ് കൊടുക്കുന്ന ആളുകളുണ്ടായിരിക്കും, ഇൻഡസ്ട്രിയൽ സൈക്കോളജിക്കാരുണ്ടായിരിക്കും,
HR ഉണ്ടായിരിക്കും സൈക്കോളജിയിൽ, സിമിലർലി ക്ലിനിക്കൽ. ഇങ്ങനെ ഏതൊരു ഡിസിപ്ലിൻ എടുത്തു കഴിഞ്ഞാലും യു ഹാവ് ഇൻട്രസ്റ്റ്. സേ ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ സയൻസ്, വി ഹാവ് ഹ്യൂമൻ റൈറ്റ്സ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്പെഷ്യലൈസ് ചെയ്യുന്നതായിരിക്കും, എഡ്യൂക്കേഷൻ, ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന കാറ്റഗറി ഉണ്ടായിരിക്കും, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, അങ്ങനെ പല തരത്തിലുള്ള സെഗ്മെന്റുകൾ കാണും. അപ്പൊ അതില് യു ഫോക്കസ് വിച്ച് ഈസ് മൈ കപ്പ് ഓഫ് ടീ, വിച്ച് വൺ ഈസ് ദ മോസ്റ്റ് റെലവെന്റ് ഫോർ മീ ടു റിസർച്ച്. എന്റെ ഒരു ഇൻട്രസ്റ്റ് എന്താണ്? ചിലപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനെ സ്പെസിഫിക് ആയിരിക്കും പല സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് വരുന്നത്. അതായിരിക്കും നമ്മൾ വായിക്കുമ്പോൾ പല ബുക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ അങ്ങനെ നമുക്ക് ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അക്കോർഡിംഗ്ലി ഫിക്സ് എ സ്പെസിഫിക് ഏരിയ ദാറ്റ് ഈസ് വെരി സ്പെസിഫിക്കലി ഓഫ് ഇൻട്രസ്റ്റ് ടു യു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും. Now the second stage is, now come to the journal. ഇനി നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ജേർണൽസ് ഉണ്ട്? ഞാനിപ്പോ എന്റെ ഏരിയ, ഞാൻ നേരത്തെ തന്നെ കുറെ കാലമായിട്ട് ഞാൻ റിസർച്ച് ചെയ്തിരുന്ന എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ പല വേരിയബിൾസ് ആണ്, സൈക്കോളജിക്കൽ അണ്ടർപിന്നിങ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ എനിക്ക് ആ ഒരു തരത്തിലുള്ള ജേർണലുകളാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഞാൻ ഇപ്പൊ ജനറൽ തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയാസ്, കാരണം എനിക്ക് അത്രയും ഒരു, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, social problems in education. അപ്പൊ അതൊന്നും, these are the problems, but of course every problem may not be my concern in research. അല്ലെ, എനിക്ക് എല്ലാ ഏരിയയിലും കൂടെ എനിക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഏരിയയെ ഫോക്കസ് ചെയ്യണം. അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പം നിങ്ങൾ ആസ് എ ബിഗിനർ നിങ്ങളുടെ ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഇൻ മാറ്റർ, ബട്ട് ഇനീഷ്യലി നിങ്ങളൊന്ന് തീരുമാനിക്കുക, അതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകും. പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിലുള്ള ജേർണലുകൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് റീഡിങ് ഫസ്റ്റ് ഫെമിലിയറൈസ് വിത്ത് ദ ആർട്ടിക്കിൾസ് പബ്ലിഷ് ഇൻ ദ ജേർണൽ. ജേർണലിലെ ആർട്ടിക്കിൾസ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ആദ്യം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് യാതൊരു ക്ലാരിറ്റിയും കിട്ടില്ല. ജസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു, കുറെ ഹെഡ്സ് കാണാം, അറ്റ്ലീസ്റ്റ് ആ ഹെഡിങ്ങിലൂടെ കടന്നു പോകുന്നു, അങ്ങനെ നമ്മൾ വീക്കിലി, ഒരാഴ്ചയിൽ ഒരു പേപ്പറെങ്കിലും ജസ്റ്റ് എ സ്കാൻ ത്രൂ ഔട്ട് ദ പേപ്പർ, ജസ്റ്റ് എ സ്കാനിങ് ഓഫ് ദ പേപ്പർ. അങ്ങനെ നമ്മൾ ഇഫ് യു സ്കാൻ ഫോർ അറൌണ്ട് 2-3 months, നമ്മൾ വീക്കിലി ഒരു പേപ്പർ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ നോളജ് കിട്ടും, കുറെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഗ്രാജുവലി നിങ്ങൾ അത് വായിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോക്കസ് വരും. അപ്പൊ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത്? വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് പേപ്പർ? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ബേസ്ഡ് പേപ്പർ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പേപ്പർ ഇൻ യുവർ സബ്ജക്ട്? Some of the papers are just review based papers. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ലോട്ട്സ് ഓഫ് അഡ്വാൻസ്മെന്റ്സ് വി ഹാവ്. ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള പല സോഴ്സസ് നമുക്കുണ്ട്. കേസ് സ്റ്റഡി ബേസ്ഡ് റിസർച്ചുകൾ പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അതർ എത്നോഗ്രഫിക് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് തിയറി, ഡിസ്കോഴ്സ് അനാലിസിസ്, ഫിനോമിനോളജിക്കൽ റിസർച്ച്, ഇതൊക്കെ ചെയ്ത് വരുന്ന ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻസ് വെക്കുന്ന ജേർണൽസ് പലപ്പോഴും ഉണ്ട്. സോഷ്യോളജിയിലും ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ആന്ത്രോപോളജിയിലൊക്കെ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ജേർണൽ, സോഷ്യൽ വർക്ക്, എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഇക്കണോമിക്സ് ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ കുറെ ഇക്കണോമെട്രിക്സ് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോമെട്രിക്സ് ഒക്കെ നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരിക്കുന്നു, പല തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് കാണാൻ പറ്റും, ലീനിയർ മോഡലിങ്ങുകൾ കാണാൻ പറ്റും, അതുപോലെ തന്നെ ജനറലൈസ്ഡ് ലീനിയർ മോഡൽ, ഫാക്ടർ അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ്, ക്ലസ്റ്റർ അനാലിസിസ്, പാത്ത് അനാലിസിസ്, ഒരുപാട്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ്, റിഗ്രഷൻ, അനോവ, അൻകോവ, ഇങ്ങനെ ഒരുപാട്, കൈ സ്ക്വയർ ചിലപ്പോൾ കാണാൻ പറ്റും. ബേസിക് നമ്മൾ പറയുന്ന കോറിലേഷൻസ്, ടി ടെസ്റ്റ് ആൻഡ് ഇഫക്റ്റ് സൈസ് കാൽക്കുലേഷൻസ്, വൺ വേ അനോവ ആൻഡ് ഇഫക്റ്റ് സൈസ് കാൽക്കുലേഷൻസ്, പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ്, ഇങ്ങനെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെർമിനോളജി നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടുക, അത് റിലേറ്റ് ചെയ്ത് നമ്മൾ അതിനെ ബിൽഡ് ചെയ്തിട്ട് ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് മൈ നോളജ് ഇൻ ദ സ്പെസിഫിക് ഏരിയ. അപ്പൊ ഇതൊരു 6 months എക്സസൈസ് ആയി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ വരും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതില് ഈ ഒരു വായിക്കുന്നത് കൂടെ തന്നെ നമ്മൾ എത്തിപ്പെടുന്ന വേറൊരു കാര്യം എന്താണ്? വാട്ട് ഈസ് ദ റൈറ്റിംഗ് പാറ്റേൺ
ഓഫ് വേരിയസ് റിസർച്ച് ബേസ്ഡ് ജേർണൽസ്. റിസർച്ചിൽ പബ്ലിഷ് ചെയ്യുന്ന ജേർണലിന്റെ ജനറൽ ആയിട്ടുള്ള റൈറ്റിംഗ് പാറ്റേൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എങ്ങനെയൊക്കെയാണ് റെഫറൻസിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ലേണിംഗ്. ഹൗ ദ റെഫറൻസസ് ആർ സ്ട്രക്ചർഡ്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലേണിംഗ്. സിമിലർലി, ഹൗ ദ ഇൻടെക്സ്റ്റ് ഈസ് റിട്ടൺ. നമ്മൾ ഇൻടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിനകത്ത് റെഫറൻസുകൾ എഴുതുന്ന ആ ഒരു സ്റ്റൈലിനെയാണ് നമ്മൾ ഇൻടെക്സ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ചിലത് ഫുട് നോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ജേർണലുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ജേർണലുകളിൽ വരുന്ന ആർട്ടിക്കിളുകളെ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഴുത്തിനെ തന്നെ നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഈ എഴുതാനുള്ള ഒരു സ്റ്റൈലുണ്ട്. ശരിക്കും പലപ്പോഴും പലർക്കും അറിയുന്നതാണ്. ഞാൻ ജനറലായിട്ട് പറയുന്നത് ഒരു സാധാരണ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള കുട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഐ നോ ദാറ്റ് ഓൾ ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് നോ ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. നമ്മൾ ഓരോ ഡിസിപ്ലിനിലും ഓരോ സബ്ജക്ട് ഏരിയയിലും ദർ ആർ സ്പെസിഫിക് റൈറ്റിംഗ് സ്റ്റൈൽ. ഫോർ എക്സാമ്പിൾ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ സാധാരണ IEEE ഫോമാറ്റിലാണ് ഉപയോഗിക്കുന്നത്. IEEE ഫോമാറ്റിലാണ് ഉപയോഗിക്കുന്നത്. സൈക്കോളജി, സോഷ്യൽ വർക്ക്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, കൊമേഴ്സ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ശരിക്കും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന APA, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഇക്കണോമിക്സ് ഒരു പരിധി വരെ APAയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ സോഷ്യോളജിയിൽ പലപ്പോഴും നമുക്ക് ഷിക്കാഗോ മാനുവൽ ആയിരിക്കാം, ഷിക്കാഗോ മാനുവൽ അല്ലെങ്കിൽ ഹാർവേർഡ് മാനുവൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ലോയിൽ വരുമ്പോൾ ബ്ലൂ ബുക്ക് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ലാംഗ്വേജസിൽ വരുമ്പോൾ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ MLA സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ സ്റ്റൈൽ. ഇനി വാട്ട് ഈസ് ദ സ്റ്റൈൽ? സ്റ്റൈൽ എന്ന് പറയുമ്പോഴേ നമ്മൾ എങ്ങനെ എഴുതുന്നു, എഴുതുക എന്ന് പറയുമ്പോഴേ നമ്മൾ ചോദിക്കും ഇതൊക്കെ എത്ര പറയാൻ എന്താന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഈ എഴുത്തിന്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇത് എന്ത് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വി ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് ഇൻഫർമേഷൻ സോഴ്സസ്. ബുക്സ് ഉണ്ട്, നമുക്ക് ജേർണൽസ് ഉണ്ട്. ബുക്സിൽ തന്നെ ഓതേർഡ് ബുക്ക് ഉണ്ട്, എഡിറ്റഡ് ബുക്ക് ഉണ്ട്. ഒരാൾ എഡിറ്റ് ചെയ്ത ബുക്കിനെ അകത്ത് എഴുതിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ വോള്യൂംസ് ഉണ്ട്, ട്രാൻസ്ലേഷൻസ് ഉണ്ട്, കമ്പൈലേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു ബുക്കിന്റെ തന്നെ തരങ്ങളാണ്. പ്രൊസീഡിങ്സ് ഓഫ് സെമിനാർസ് അതും ഒരു തരം ബുക്കാണ്. പിന്നെ ജേർണൽ വരുമ്പോഴേ ജേർണൽ ആർട്ടിക്കിളുകൾ, വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ UGC വെബ്സൈറ്റിൽ എഴുതാന്ന് പറയുമ്പോൾ അത് വേറെ രീതി. സെപ്പറേറ്റ് ബ്ലോഗുകളിൽ വരുന്ന വേറെ ഇൻഫർമേഷൻസ്, യൂട്യൂബ് ചാനൽസ്, വീഡിയോസ്, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ന്യൂസ് പേപ്പർ, എഡിറ്റോറിയൽസ് ഇൻ ന്യൂസ് പേപ്പറിൽ വരുന്ന പുൾ ഔട്ട്സുകൾ, നോട്ടീസസ്, പാംപ്ലെറ്റ്സുകൾ, ഇതെല്ലാം തന്നെ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരേ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നും എഴുതുന്നതിന് ഓരോ രീതിയാണ്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓരോ രീതി. അതുപോലെ തന്നെ ടെക്സ്റ്റിനകത്ത് നമ്മൾ റെഫറൻസ് എഴുതുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. റെഫറൻസ് എഴുതുമ്പോൾ ഓരോന്നിനും ഓരോ സ്റ്റൈലാണ്. എല്ലാം ഒരുപോലെയല്ല നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ വെൻ വി ആർ പുട്ടിങ് ഓൾ ദീസ് ഇൻഫർമേഷൻ ഇൻസൈഡ് ദ പേപ്പർ, ഒരു പേപ്പറിനകത്ത് നമ്മൾ എഴുതുമ്പോഴേ അവിടെയും ഒരുപാട് ചേഞ്ചസ് വരണം. ഒരുപാട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഡയറക്റ്റ് കോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാൾ പറഞ്ഞ ഇൻഫർമേഷൻ അതുപോലെ എഴുതുമ്പോൾ APA സ്റ്റൈലിൽ ഞാൻ മുൻനിർത്തി പറയുന്നു. കാരണം എൻ്റെ ഒരു പ്രിഫറൻസ് അത് ഞാൻ ഉപയോഗിക്കുന്ന അതായതുകൊണ്ട്. APA സ്റ്റൈലിൽ നമ്മൾ ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് എഴുതുന്നത്. ഒരാൾ പറഞ്ഞ കാര്യം അതുപോലെ എഴുതുമ്പോൾ. വെൻ യു ആർ റൈറ്റിംഗ് ദ ഓതർ ആൻഡ് ദ സോഴ്സ് ഇൻ ബ്രാക്കറ്റ്, നമ്മൾ ഓതറിന്റെ സെക്കൻഡ് നെയിം എഴുതിയിട്ട് കോമയിട്ട് ഇയർ പറയുന്നു, അഗെയിൻ കോമയിട്ട് പേജ് നമ്പറും കൂടെ പറയണം. എക്സാക്ട്ലി നിങ്ങൾ അത് എടുക്കുകയാണെങ്കിൽ, എക്സാക്ട്ലി എടുക്കുക എന്ന് പറയുന്നത് അത് ഒരു ലെസ് ദാൻ 10% ഒക്കെയാണ് സാധാരണ നമ്മൾ പറയാറ്. ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10%. എക്സാക്ട്ലി ഒരു സ്ഥലത്തിന് എടുക്കരുത്. അപ്പൊ അടുത്തൊരു സ്റ്റൈലാണ് പാരാഫ്രേസ്ഡ് വേർഷൻ. ഒരാൾ പറഞ്ഞതിനെ മാറ്റി എഴുതുന്നു. നമ്മൾ മാറ്റി എഴുതുക എന്ന് പറയുമ്പോൾ വെറുതെ 1-2 വേർഡ്സിന്റെ സിനോണിം എഴുതുക എന്നുള്ളതല്ല. ദ കോണ്ടെക്സ്റ്റ് remains same, the idea remains same. At the same time, the structure of the sentence, modifications in sentence will be as per your choice and your concern. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ പാരാഫ്രേസ് എന്ന് പറയുന്നത്. അതായത് 1-2 വേർഡുകൾ എടുത്തിട്ട് അതിന്റെ സിനോണിം വെക്കലല്ല. ഓക്കെ, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നതിനെ നമ്മൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് എഴുതുന്നതല്ല ശരിക്കും പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ പല സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെ ആഡ് ചെയ്തിട്ട് ആ സെന്റൻസിനെ വേറെ രീതിയിലേക്ക് ആക്കുന്നു. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു
മെൻഷൻ ദ സോഴ്സ് ഇൻ ബ്രാക്കറ്റ്. നമ്മൾ ഓരോ സെന്റൻസും കോട്ട് ചെയ്തായിരിക്കും പോകേണ്ടത്. നമുക്ക് ഒരിക്കലും ഒരു സെന്റൻസ് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. ആസ് സച്ച് യു ആർ നോട്ട് സപ്പോസ് ടു റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഇന്ത്യൻ GDP ഓഫ് ഇന്ത്യ ഇസ് നോട്ട് പ്രോഗ്രസിങ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡീക്കേഡ്സ്. പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഒരു പ്രസംഗമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വൺസ് യു ആർ റൈറ്റിംഗ് ഇറ്റ് ഇൻ ടെക്സ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിന്റെ ഭാഗമായിട്ട് എഴുതി കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ? You are not the first person writing this. There must be certain sources that points out the certain information that you have mentioned in your paper. So where is the source? Write the source. Give the source in the reference in detail. അതാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ നമ്മൾ ചെയ്യണ്ട, എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലാത്ത ഒരു കാര്യം, ഈവൻ നമ്മുടെ PhD ലെവലിൽ പോലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കാത്ത ഒരു സാധനമാണ് അക്കാഡമിക് റൈറ്റിംഗ്. എക്സാക്ട്ലി നമ്മൾ ഇനീഷ്യലി നമ്മൾ ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങാൻ, ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ് അക്കാഡമിക് റൈറ്റിംഗ് ഓഫ് ദ കൺസേൺ സ്റ്റൈൽ റിലേറ്റഡ് ടു ദ ഡിസിപ്ലിൻ. ഇനി വേറെ കാര്യം, നമ്മൾ ഒരു കൺസേൺഡ് റൈറ്റിംഗ് സ്റ്റൈൽ എഴുതിയെന്ന് വിചാരിച്ച് ഇറ്റ് മേ നോട്ട് ബി എക്സാക്ട്ലി സെയിം വെൻ യു ഗോ ഫോർ എ ജേർണൽ പബ്ലിക്കേഷൻ. ഓരോ ജേർണലിലും അതിൻ്റെതായ സ്റ്റൈൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഞാൻ എഡ്യൂക്കേഷനിലാണ്, പക്ഷെ ഞാൻ വെൻ ഐ ഗോ ടു പബ്ലിഷ് എ പേപ്പർ ഇൻ എ ലേണർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലുള്ള ജേർണൽസ് ഉണ്ട്. അതിനകത്തൊരു ജേർണൽ ഞാൻ കൊടുത്താൽ അവിടെ ഷിക്കാഗോ മാനുവൽ ആണ്. ഈവൻ ദോ എഡ്യൂക്കേഷണൽ പീപ്പിൾ ജനറലി ഫോളോ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ മാനുവൽ, ബട്ട് ലേണർ നെറ്റ്വർക്കുള്ള ജേർണലിൽ ഞാൻ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് ഷിക്കാഗോ മാനുവൽ ആണ്. സോ ഐ ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ഷിക്കാഗോ മാനുവൽ. നിങ്ങളിപ്പം അറബിക് ലാംഗ്വേജിലാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ അറബിക് ലാംഗ്വേജിലെ ഒരു ഇന്റർനാഷണൽ ജേർണൽ എടുത്തു കഴിഞ്ഞാൽ അറബിക് ലാംഗ്വേജ് ജനറലി നമ്മൾ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ സ്റ്റൈലിലാണ് എഴുതുന്നത് എങ്കിൽ പോലും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങളൊരു സാധനം എഴുതുമ്പോൾ ജനറലി ദ സ്റ്റൈൽ ദാറ്റ് യു ഫോളോ ഇൻ യുവർ ഡിപ്പാർട്ട്മെന്റ് ഈസ് MLA 8th edition ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എ പബ്ലിക്കേഷൻ ദേ മേ ബി ഫോളോയിങ് APA. അവർ APA ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ APAയിലേക്ക് മാറണം. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ട് ഇൻഫർമേഷൻ പലപ്പോഴും, മൾട്ടിപ്പിൾ സോഴ്സസ്, മൾട്ടിപ്പിൾ സ്റ്റൈൽസ് ഓഫ് മാനുവൽ പലപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങൾ റീസെന്റ് നെറ്റ് എഴുതിയവർക്കൊക്കെ അറിയായിരിക്കും, നെറ്റിൽ നമ്മൾ സാധാരണ ചോദിക്കുന്ന APA ആണ്, പക്ഷേ MLA ചോദിക്കാം. MLA ഈസ് ആൾസോ വൺ ഓഫ് ദ ലീഡിങ് സൈറ്റേഷൻ സ്റ്റൈൽ. അപ്പൊ MLAയിൽ ഇതിനെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ വെദർ ഇറ്റ് ഈസ് കറക്റ്റ്, ദിസ് ഈസ് കറക്റ്റ്, ഓർ വിച്ച് വൺ ഈസ് കറക്റ്റ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ എന്റെ പോയിന്റ് എന്ന് പറയുന്നത്, ആ ഒരു ജേർണൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോഴേ അതിനകത്ത് ഏത് റെഫറൻസിങ് സ്റ്റൈലാണ് എന്ന്, ഞാൻ എഴുതി വെച്ചത് APAയിലാണ്, എന്റെ ജേർണൽ ഇങ്ങനെയാണ്, അപ്പൊ ഞാൻ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് എ റിജക്ഷൻ. ദിസ് ഈസ് നോട്ട് ഇൻ ദ എക്സാക്ട് ഫോർമാറ്റ്, വി ആർ റിജക്ടിങ് യുവർ പേപ്പർ. ഇമ്മീഡിയറ്റ്ലി നമുക്ക് റിജക്ഷൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകരുത്. You have to analyze whether it is as per the guidelines of the journal. അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ജേർണലുകൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഒരു എന്ത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്കുള്ളത്, നമ്മുടെ സബ്ജക്റ്റില്, നമ്മുടെ ഡിസിപ്ലിനില് ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്യണം തീരുമാനിക്കുക, അതിലുള്ള ജേർണലുകൾ വായിക്കുക. അക്കാഡമിക് റൈറ്റിംഗ് യൂസിങ് എ റിസർച്ച് ഓർ പബ്ലിക്കേഷൻ മാനുവൽ, റൈറ്റേഴ്സ് മാനുവൽ ഉപയോഗിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ hundreds of pages are there. അതിൽ ഒരു 1-2 പേജിലല്ല ഇത് പറയുന്നത്. Hundreds of pages are available regarding APA. For example, let me come to the another page. I'm sorry. ഞാനിപ്പോ ഒരു APAയുടെ ഒരു സംഭവം ജസ്റ്റ് എടുത്ത് ഞാനൊന്ന് ഷെയർ ചെയ്യാം. APA 7 style of writing. ജസ്റ്റ് ഒരു ഇത് ഞാൻ കൊടുത്തു. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ സ്റ്റൈല് ആസ് സച്ച് കൊടുത്തിട്ടുണ്ട്. Okay, this is APA 7 സ്റ്റൈലിനെ കുറിച്ചുള്ള ഒരു PPT ആണ് ചെയ്തിരിക്കുന്നത്. Just you can see, let me paste it here in the WhatsApp group. Sorry, in the chat. Similarly,
ഒന്ന് രണ്ട് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. നിങ്ങൾ വലിയ ബുക്ക് പോയി വായിക്കണം. ഇനീഷ്യലി ഒരാള് ഓടിപ്പോയി ഒരു വലിയ ബുക്ക് APയുടെ കംപ്ലീറ്റ് റെഫറൻസ് മാനുവൽ പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് പോസിബിളി ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സ്റ്റുഡന്റ് പേപ്പർ സെറ്റപ്പ് ഗൈഡ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ, ഇതിപ്പം വളരെ കുറച്ച് പേജസേ ഉള്ളൂ. റഫ്ലി വി ഹാവ് 19 പേജസ്. അപ്പൊ ഈ 19 പേജസ് ഉള്ള ഈ ഒരു സാധനമൊക്കെ മിനിമം നമ്മൾ വായിക്കണം. അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത്, വാട്ട് ഈസ് ആക്ച്വലി തിങ്, ഐ ജസ്റ്റ് ഷെയർഡ് ഇറ്റ് വിത്ത് യു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഓരോ സബ്ജക്ട് ഏരിയയിൽ, ഇപ്പൊ MLA ആണെങ്കിൽ MLA, ഇപ്പൊ നിങ്ങളുടെ സബ്ജക്ട് ലാംഗ്വേജ് അസോസിയേഷൻ, അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ നോക്കും ഇയാൾ ഇത് MLA AP എന്നൊക്കെ പറയുന്നുണ്ട്, സോ ഹൗ ക്യാൻ വി പ്രാക്ടീസ് ഇറ്റ്. ഇത് ആക്ച്വലി ഈ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ഫോർ ദ റൈറ്റിംഗ്. നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സാധനം അല്ല അത്. നമ്മൾ എഴുതാൻ വേണ്ടി മാത്രം, അതായത് ഒരു പേപ്പർ എഴുതാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവം അല്ലത്. whatever you are writing, whether it is an assignment, whether it is any piece of writing, you can try using the respective manual. ആ മാനുവൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് ഉപയോഗിക്കണം. എക്സാമ്പിൾ നിങ്ങൾ ഒരു അസൈൻമെന്റ് എഴുതുകയാണ്. അസൈൻമെന്റ് എഴുതുമ്പോഴും, അതായത് ഐ ഡോണ്ട് നോ വൈ മെനി ഓഫ് ദ പീപ്പിൾ ദേ ആർ നോട്ട് സജസ്റ്റിംഗ് ദീസ് ടു ദ പീപ്പിൾ. നമ്മൾ കുട്ടികളെ, ഈവൻ ദോ ഐ ആം നോട്ട് ടീച്ചിങ് APA, ഐ ആം നോട്ട് ടീച്ചിങ് എനി writer's manual, I have to tell my students that you have to follow the proper writer's manual while you are writing your assignment. അതിൽ നമ്മളിപ്പോ 10 പേരുണ്ട് അല്ലെങ്കിൽ 20 പേരിൽ ഒരു ക്ലാസ്സിലാണെങ്കിൽ, നിങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എഴുതുമ്പോൾ നിങ്ങൾ ഈ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അനുസരിച്ച് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, those who are motivated definitely they will do it. അപ്പൊ അങ്ങനെയുള്ള ഒരു കൾച്ചർ നമുക്ക് വരണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് എനിക്ക് ഇനി പഠിപ്പിക്കുന്നില്ല, ഞാൻ ഇത് പഠിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് പോകാതെ, I have to advance, I have to write something, I have to publish some of the papers in journals, I have to get name and fame as an author. When I go to the PhD in some other leading institutions, or if we are applying abroad for a PhD scholarship, I have to get a space over there. So അതിന്റെ ഒരു ലിങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു, നിങ്ങൾ യു ആർ എ സ്കോളർലി പേഴ്സൺ, the link, the concern is the core is to what extent you have published, whether you have attempted to publish something, whether you have written something. അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത്. സെയിം കേസസ് ഇൻ ദ കേസ് ഓഫ് വൈൽ യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ. നിങ്ങളൊരു PhDക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, നിങ്ങളൊരു ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി, നിങ്ങൾ അവിടുത്തെ QS വേൾഡ് റാങ്കിൽ 500 താഴെയുള്ള ഒരു നല്ല 500-അകത്ത് വരുന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇനീഷ്യലി ദേ വിൽ ചെക്ക് യുവർ അപ്ലിക്കേഷൻ ഫോർ പ്ലേഗിയറിസം. ഇമ്മീഡിയറ്റ്ലി ദേ വിൽ റിജക്ട് ഇഫ് ഇറ്റ് ഈസ് പ്ലേഗിയറൈസ്ഡ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്തായാലും ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നു, അപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നു. വി ആർ ജസ്റ്റ് കുക്കിംഗ് ഫോർ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് കിട്ടി. ഇഫ് യു ഹാവ് എ ഹാഫ് ആൻ അവർ, വിൽ കുക്ക് ഫോർ വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെ? നമ്മൾ അതിനെ ഒന്ന് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് culture that many of our Indians, I'm not generalizing, still many of us have this kind of writing, a kind of mixing something and writing. It's as a നമ്മളൊരു എഴുകി ചേരാത്ത ഒരു കുക്കിംഗ് നമ്മൾ നടത്തുന്ന ആൾക്കാരാണ്. ശരി, ഇറ്റ്സ് നോട്ട് ആക്ച്വലി ദ റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ആണെങ്കിൽ പോലും, യു ഹാവ് ടു സിറ്റ്, യു ഹാവ് ടു ഡ്രാഫ്റ്റ് സംതിങ്, യു ഹാവ് ടു റെഫർ ടു സം ഓഫ് ദ മോഡൽസ്, റൈറ്റ് ഇൻ യുവർ ഓൺ ലാംഗ്വേജ്, check for plagiarism. If it is plagiarized, remove it. If there is a need of writing the references, in case of it's a paper, you have to write exactly all the references. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മൾ ഇംപ്രൂവ്ഡ് ആവണം. അതിന് ഒരു മോട്ടിവേഷൻ പറയുന്നത് മേ നോട്ട് ബി ഫ്രം യുവർ ടീച്ചേഴ്സ്, ഇറ്റ് മേ നോട്ട് ബി ഫ്രം യുവർ കൊളീഗ്സ് ഓർ യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ തന്നെ ഡെവലപ്പ് ആവണം. ഐ ഹാവ് ടു സ്റ്റഡി, ഐ ഹാവ് ടു ഇംപ്രൂവ്, മൈ പാഷൻ ഈസ് റിസർച്ച്, മൈ പാഷൻ ഈസ് പബ്ലിക്കേഷൻ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അതിന്റെ ഒരു എക്സാക്ട്ലി ആ ഒരു ക്രക്സ് നമുക്ക് കിട്ടുന്നത്. ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹോബി ആയിട്ട് നമുക്ക് അതിനെ മാറ്റുക. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുക. നമ്മളിപ്പം കേരളത്തിന് വന്ന് ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. സോ വി ആർ സംവാട്ട് എബവ് ദ നോർമൽ പീപ്പിൾ. നമ്മൾ കേരളത്തിലൊക്കെ പഠിക്കുന്ന ആളുകളെയൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തില്
നമുക്ക് എന്ത് വേണം, നമ്മൾ അതിനെ വളരാൻ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. കം ടു നൗ, വെൻ വി ആർ ചെക്കിങ് എ ജേർണൽ, ഒരു ജേർണൽ ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ ഒരു ഒതന്റിക് സോഴ്സുകൾ ഉണ്ട്, ഇൻഡെക്സിങ് എന്ന് നമ്മൾ പറയും. ജേർണൽ ഇൻഡെക്സിങ് നമ്മൾ പറയുമ്പോൾ ഇനീഷ്യലി നമുക്കറിയാൻ പറ്റും വി ഹാവ് സ്കോപ്പസ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധാരണ ഒരു അക്കാഡമിക് സ്ഫിയറിൽ നിൽക്കുന്ന ഒരാൾക്കും ഇത് അറിയാത്തവരുണ്ടായില്ല. സ്കോപ്പസ്, പബ്ലിക്കേഷൻ ഇൻ സ്കോപ്പസ് എന്ന് പറയാറുണ്ട്. See, what is actually Scopus? Scopus is a database that checks for quality of the journals. അല്ലേ, അതിൽ എല്ലാ തരം, അതുപോലെ തന്നെ ഒന്നാണ് വെബ് ഓഫ് സയൻസസ്. അപ്പൊ ഇതില് നമുക്ക് പല രീതിയിൽ ഇതിന്റെ സോഴ്സുകളെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് കയറി കഴിഞ്ഞ് സ്കോപ്പസിന്റെ ജേർണലുകൾ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യാം. ജസ്റ്റ് നമ്മളിവിടെ സോഴ്സസിന് ഞാൻ സെർച്ച് ചെയ്യാണ്. നിങ്ങളൊരു സബ്ജക്ട് ഏരിയ, ഫോർ എക്സാമ്പിൾ യു ആർ ഫ്രം ഇക്കണോമിക്സ്, ഫോർ എക്സാമ്പിൾ. അപ്പൊ നമ്മൾ ഈ സബ്ജക്ട് ഏരിയയിൽ ഇക്കണോമിക്സിലെ ജേർണൽ, അപ്പൊ ഇവിടെ കുറെ സംഭവങ്ങൾ വരും. ജനറൽ ഇക്കണോമിക്സ് വേണോ, ഇക്കണോമെട്രിക്സ് ആൻഡ് ഫിനാൻസ് മതിയോ, ഇക്കണോമിക്സ് ആൻഡ് ഇക്കണോമെട്രിക്സ് ആണോ? അപ്പൊ എല്ലാം വേണമെങ്കിൽ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു, അപ്ലൈ. ഇത് വേണമെങ്കിൽ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാം, അപ്ലൈ. Now I'm getting all the journals published by various companies, various corporations, various publication agencies in the area economics. അപ്പൊ നമ്മളെ ഏരിയ എന്തായിരുന്നു? ഇക്കണോമിക്സ് ആയിരുന്നു. അപ്പൊ ഇക്കണോമിക്സില് ക്വാർട്ടർലി ജേർണൽ ഓഫ് ഇക്കണോമിക്സ് ആണ് ഏറ്റവും ഹയസ്റ്റ് സൈഡ് സ്കോർ ഉള്ളത്, 23.7. It's a side score. It's based on the performance of the journal. So you can also search what is side score. You will get the information how the side scores are categorized. 99th percentile വരുന്ന ജേർണലാണ്. Journal of Management, Resources, Conservation and Recycling. Hundreds of journals we have. See how many windows we have. See, we have 20 purses. We have 50. It shows 50. This is first, second, third. Like we have 50. ഇനി 50. ഇപ്പൊ ഇതിൽ നമ്മൾ 11 നമ്മൾ 23യിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ലെറ്റ് us go to the 50th ഏരിയയിൽ നമ്മൾ പോകുമ്പോഴേ അവിടെ നമുക്ക് നോക്കാം സൈഡ് സ്കോർ വളരെ കുറവായിരിക്കും. അത് വളരെ ലോ ജേർണൽസ് ആണ്, 0.6. സ്റ്റിൽ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ആൻഡ് ഇൻഡെക്സ്ഡ് ഇൻ സ്കോപ്പസ്. അപ്പൊ നമ്മൾ ഒരു ഇനീഷ്യൽ റിസർച്ചർ ആണെങ്കിൽ നമ്മൾ ഒരു ലീഡിംഗ് ജേർണലിലേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ക്വാർട്ടൈൽ അനുസരിച്ച് മാറ്റി നമുക്ക് വേണമെങ്കിൽ ക്വാർട്ടൈലുകൾ സെലക്ട് ചെയ്യാം. ലീഡിംഗ് ജേർണൽസ് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടറിലായിരിക്കും, തേർഡ് ആൻഡ് ഫോർത്ത് ക്വാർട്ടറിലായിരിക്കും താഴെയുള്ള ജേർണൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ജേർണൽ എടുക്കുക എന്നുള്ളതാണ്. അത് ജേർണൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ പരിശോധിക്കുക, വെദർ മൈ ഇൻട്രസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ജേർണൽ. ആ ജേർണലിൽ എന്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? ഇനി ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ജേർണൽ എടുക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് ബ്രേക്ക് ഫോർ എ മിനിറ്റ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അല്ലെങ്കിൽ കണ്ടിന്യൂ. ഓക്കെ, ഐ തിങ്ക് വി ക്യാൻ കണ്ടിന്യൂ അല്ലെ? കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാന് സ്കോപ്പസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ സ്കോപ്പസിൽ നമ്മൾ ഇങ്ങനെ സബ്ജക്ട് ഏരിയ വൈസ് സ്പെഷ്യലൈസ് ചെയ്തു. സോ ഐ ആം ജസ്റ്റ് ക്ലിയറിംഗ് എവറിഥിങ്. ഐ ആം കമ്മിങ് ടു അനദർ ഏരിയ. ഓക്കെ, ഇതെല്ലാം ഞാൻ കളഞ്ഞു. ഒരു ജേർണൽ ഒരു പബ്ലിഷർ വേണം. എനിക്ക് ടൈലർ ആൻഡ് ഫ്രാൻസിസിലെ എല്ലാം വേണം. അപ്പൊ എനിക്ക് നോക്കാം, ടൈലർ ആൻഡ് ഫ്രാൻസിസ് ഗ്രൂപ്പിലെ എല്ലാ പബ്ലിക്കേഷൻസ് വേണം. ദാറ്റ് ഓൾസോ ഐ വിൽ ഗെറ്റ് ഇറ്റ്. അപ്പൊ ടൈലർ ആൻഡ് ഫ്രാൻസിസിൽ വരുന്ന ഏതൊക്കെ സംഭവം ഉണ്ട് നോക്കാൻ പറ്റും എനിക്ക്. പബ്ലിഷർ ടൈലർ ആൻഡ് ഫ്രാൻസിസ്.
അങ്ങനെ എനിക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി again I am coming to subject area. Taylor and Francisനകത്ത് സബ്ജക്ട് ഏരിയ അപ്പം ഐ എം ഫ്രം എഡ്യൂക്കേഷൻ. സോ ഞാൻ എഡ്യൂക്കേഷൻ സെർച്ച് ചെയ്തു. ഏരിയ ഡെവലപ്മെന്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണെന്ന് സപ്പോസ് ഇറ്റ് ഈസ്. സോ ഐ ആം ജസ്റ്റ് സെർച്ചിങ്, അപ്ലൈങ്. സോ ടെയ്ലർ ആൻഡ് ഫ്രാൻസിസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ്, ജേർണൽ ഓഫ് ലേണിംഗ് സയൻസസ്, ജേർണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ചൈൽഡ് അഡോളസൻസ്, ഇങ്ങനെ ഓരോ ജേർണൽസിനെ കുറിച്ച് ഇൻഫർമേഷൻ എനിക്ക് കിട്ടും. ഇഫ് ഐ ഗോ ടു ദാറ്റ്, ഓക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് ടെയ്ലർ ആൻഡ് ഫ്രാൻസിസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ജേർണൽ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടും. സൈറ്റ് സ്കോർ ഇത്രയാണ്. ഷിമാഗോ റാങ്കിങ്, ജേർണൽ റാങ്കിങ് 2021, SJR ഡീറ്റെയിൽസ് ഒക്കെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടും. എനിക്ക് അതിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ജേർണലിനെ അനലൈസ് ചെയ്യുന്നത്. അതായത് സ്കോപ്പസിൽ പോകുമ്പോൾ UGC കെയർ ആണെങ്കിൽ ഡയറക്റ്റ് UGC കെയറിന്റെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. UGC കെയർ, UGC കെയർ ആക്ച്വലി ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ യൂണിവേഴ്സിറ്റി പൂനെ. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. UGC കെയറിൽ പോയിട്ട് ഞാൻ ലോഗിൻ കൊടുത്തു. എനിക്ക് ആൾറെഡി ഒരു ലോഗിൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ലോഗിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇനീഷ്യൽ ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ലോഗിൻ ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം മെയിൽ ID ഒക്കെ വെച്ച് നമുക്ക് സൈൻ അപ്പ് ചെയ്യാം. ലോഗിൻ. Once you log in, you will get information, publication wise, publisher wise, year wise, അങ്ങനെ പല രീതിയിൽ നമുക്ക് സബ്ജക്ട് ഏരിയ വൈസ്, ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ജേർണൽസ്, ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ്, അതെല്ലാം നമുക്ക് UGC കെയറിൽ കിട്ടും. It is not coming properly actually. ഓക്കെ, സോറി. സോ ഇറ്റ്സ് നിങ്ങൾക്കുള്ള ഇനീഷ്യൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സൈൻ അപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ലോഗിൻ കൊടുത്തു. ലോഗിൻ കൊടുക്കുമ്പോൾ എന്നോട് ചോദിക്കും, നിങ്ങൾ ലോഗിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അവിടെ താഴെ ഓപ്ഷൻ ഉണ്ട്, ഇഫ് യു ആർ ഡോണ്ട് ഹാവ് എൻ അക്കൗണ്ട് രജിസ്റ്റർ ഹിയർ. അപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാം. ഐ ഹാവ് കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്ന സമയത്തുള്ള യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. ഐ എം ജസ്റ്റ് ക്ലിക്കിംഗ് ദിസ് ലോഗിൻ. Some issues, I don't know what happened. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ we can exactly get the information, ഏതൊക്കെ പബ്ലിക്കേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. Doesn't matter, I am just removing that. Okay, again it has come. Let me try once again. If I log in, whether I will get it or not. ടെക്നിക്കൽ എറർ എന്ന് കാണിക്കുന്നുണ്ട്. I don't know what happened. ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് എ സിമ്പിൾ എക്സസൈസ്. ചെയ്യാം. നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക. അതിൽ നമ്മൾ സ്കോപ്പസിൽ പോയ അത്രയൊന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. നമുക്ക് സബ്ജക്ട് വൈസും ഓക്കെ. ഐ എം ലോഗ്ഡ് ഇൻ നൗ. ഐ ക്യാൻ സെർച്ച് ചെയ്യാം. ഞാൻ ലോഗിൻ ചെയ്തു, സെർച്ച് ചെയ്യാം. വാട്ട് ഐ ഹാവ് ടു സെർച്ച്? ടൈറ്റിൽ സെർച്ച് ചെയ്യാം, പബ്ലിഷർ സെർച്ച് ചെയ്യാം, സബ്ജക്ട് ചെയ്യാം. സോ ഐ എം ഗോയിങ് ഫോർ സബ്ജക്ട് വൈസ്. സോ സബ്ജക്ട് വൈസ് എനിക്ക് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ സബ്ജക്റ്റിൽ ഞാൻ സെർച്ച് ചെയ്യുന്നു. I'll get all the journals listed in UGC Care. Adhikam is a Rajya Shikshana Sansthan, Asian Journal of Legal Education, West Bengal National University of Juridical Sciences, Australian Journal of Career Development, SSH publication,
Bharatiya Shiksha Shodh Patrika. It is published from 2021 to present. It is updated. So ഇങ്ങനെ എല്ലാ ഇൻഫർമേഷനും എനിക്കിവിടെ കിട്ടുന്നത് 5 പേജസ് ഇവിടെ ഉണ്ട്. I can go to all the pages. The Classic Outlook is American Classical League, published in the journal. Coaching Psychologist, British Psychological Society. Primary Teacher, NCRT, published in the journal. Turkish Online Journal of Educational Technology, June 2019 to present. Towards Excellence, UGC HRDC, Gujarat University, published in the journal. October 2020 മുതൽ ജാനുവരി 2020, ഡിസ്കണ്ടിന്യൂഡ് ഫ്രം ജാനുവരി 2020. സി, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ജേണല് UGC കെയറിൽ നിന്ന് പലപ്പോഴും ഡിസ്കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഞാൻ UGC കെയർ ഈ ഗുജറാത്ത് HRDCയുടെ ജേണലിലേക്ക് കൊടുക്കരുത്. കാരണം 2022 ജാനുവരി തൊട്ട് അത് ഡിസ്കണ്ടിന്യൂഡ് ആണ്. വോയിസസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ്, ഇതും NCRTയുടെ ആണ്, ജാനുവരി 2019 ടു പ്രസന്റ്. ടീച്ചർ സപ്പോർട്ട് NCTയുടെ ആണ്. So this is the way of identifying the journals. If I am coming back, I have to search by subject. So language of publication. So my subject area is Malayalam. So എനിക്ക് മലയാളം അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് ഏരിയ അറബിക് ആണ്. ഫോർ എക്സാമ്പിൾ, ഐം സോറി, ലാംഗ്വേജ് ഓഫ് പബ്ലിക്കേഷൻ ഈസ് അറബിക്. ഞാൻ അറബിക്കിലെ പേപ്പർ എവിടെയൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. So that is also a query for us. So these are the journals. Lots of journals you have. How many? Only one page, 8 journals only. Still it is okay. So Majlisi Sahafato Nashriyat Nadwatul Ulama ഇവർ പബ്ലിഷ് ചെയ്യുന്ന അൽ ബസുൽ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ജേർണൽ ഉണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബിക്കിന്റെ ഒരു ജേർണൽ, ജേർണൽ ഓഫ് ഇന്ത്യൻ അക്കാഡമി ഓഫ് അറബിക്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബിക്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കാലിക്കൂത്ത് എന്ന് പറയുന്ന ഒരു ജേർണൽ ഉണ്ട്. മൗലാന ആസാദ് ഐഡിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ മജല്ലത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ജേർണൽ ഉണ്ട്. സോ ഓൾ ദീസ് ആർ ദ പാറ്റേൺ ഓഫ് ഐഡന്റിഫൈങ് ജേർണൽ. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാം. അപ്പൊ അവരുടെ പബ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ്, സെപ്റ്റംബർ തൊട്ട് 2019 തൊട്ട് ഇതുവരെ അവർ UGC കെയറിലുണ്ട്. അതിന്റെ ISSN പറയുന്നുണ്ട്. ലാംഗ്വേജ് അറബിക് ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബിക്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ആണ് ഓണർ പബ്ലിഷർ. ഫോക്കസ് സബ്ജക്ട് ജനറൽ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണ്. അറബിക് മാത്രമല്ല, ജനറൽ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് അതിൽ വരുന്നുണ്ട്. പക്ഷേ പബ്ലിക്കേഷൻ ലാംഗ്വേജ് അറബിക് ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു റൈറ്റ് സംതിങ് ഫ്രം യുവർ സബ്ജക്ട് ഏരിയ ഇൻ അറബിക് ലാംഗ്വേജ്, ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാലന്റ് ഉള്ള ആളുകളുണ്ടായിരിക്കും, മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ദേ ഹാവ് ദ skill in Arabic, they have proficiency in writing Arabic, so you can publish your articles in your subject area in the language Arabic. അതും പോസിബിൾ ആണ്. അപ്പൊ UGC കെയറിന് ഇതാണ് രീതി. ഐ ആം ജസ്റ്റ് ക്ലോസ് ഇറ്റ്. നൗ കം ടു എ ജേർണൽ. ഒരു ജേർണലിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹൗ ടു ഫോക്കസ് എ ജേർണൽ. ഒരു ജേർണലിന്റെ വെബ്സൈറ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ, ദിസ് ഇസ് എ സൈറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ, ബ്രിട്ടീഷ് ജേർണൽ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. നിങ്ങളെല്ലാം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പൊ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ് എടുത്തത്, ഒരു പേപ്പറാണ് എടുത്തത്. സോ ബിക്കോസ് ഐ എം നോട്ട് ലുക്കിംഗ് ഇൻ ടു ഓൾ ദ ഡിസിപ്ലിൻസ്, നമുക്ക് നമ്മുടെ ഒരു ഏരിയയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തു. ജസ്റ്റ് എവരിവെയർ ഇറ്റ്സ് സിമിലർ. ആദ്യം ഒരു ജേർണൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഏതൊരു ജേർണൽ എടുത്താൽ ഓടിപ്പോയി പബ്ലിഷ് ചെയ്യാം എന്നുള്ള ഒരു സാധനം ഇല്ല. ഇറ്റ്സ് എ സ്റ്റഡീഡ് ആക്ടിവിറ്റി. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതൊരു പഠിച്ച്, ഇപ്പൊ നമ്മൾ ജാമ്യയില് ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് പഠിച്ചിട്ടാണ് ഫോം ഫില്ല് ചെയ്യുന്നത്. നേരത്തെ ആൾക്കാർ ഫോം ഫില്ല് ചെയ്തവരോട് ചോദിക്കും, ഇവിടെ ഫീസ് അടയ്ക്കണം, എനിക്ക് ഫീസ് അടക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ പോയിട്ട് അടക്കുന്നത്. നമ്മൾ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് ശരിക്കും ഒരു ജേർണൽ പബ്ലിക്കേഷൻ. ഇറ്റ്സ് നോട്ട് എ ഹറീഡ് ആക്ടിവിറ്റി. all of a sudden it is not possible to publish. നമ്മൾ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിന് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സം വെരി സ്പെസിഫിക് what we call it as ഓരോ ടാർഗറ്റ്സ് ഉണ്ട്, ഓരോ സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ മൈൽ സ്റ്റോൺസ് വി ഹാവ് ടു കം അക്രോസ്, then only it will be finally published. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു പടിയായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് സ്റ്റേജ് സംവെയർ പ്രസന്റഡ് ഇൻ സം തിയറീസ്. ഞാൻ പറയുന്നത് യു ഹാവ് ടു ഗെറ്റ് ഫെമിലിയറൈസ്ഡ് വിത്ത് ദ ആർട്ടിക്കിൾസ് പബ്ലിഷ് ഇൻ ദ ജേർണൽ. ആ ഒരു ജേർണലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളുകൾ നമ്മൾ നോക്കി പഠിച്ചിരിക്കുക. എന്റെ ആർട്ടിക്കിൾ ഞാൻ ഇതിലേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, അത് നമ്മൾ ചെയ്ത ഒരു ആർട്ടിക്കിളിനെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യല്ല വരുന്നത്. നമ്മളെ പശുവിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിയെ നമ്മൾ തൊഴുത്തിൽ കൊണ്ട് കെട്ടുക എന്നുള്ളതല്ല. തൊഴുത്തിനനുസരിച്ച് നമ്മളെ ആ സംഭവത്തെ നമ്മൾ മാറ്റണം.
അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് നമ്മള് പശുവിനനുസരിച്ച് തൊഴുത്ത് ശരിയാക്കുന്നു, തൊഴുത്തിനനുസരിച്ച് നമ്മൾ പശുവിനെ അല്ല ശരിയാക്കുന്നത്. അതുപോലെ അങ്ങനെ പറയുന്നത് പോലെ വാട്ട് എവർ ഇറ്റ് ഈസ് വിത്ത് യു ആസ് എ പേപ്പർ, യു ജസ്റ്റ് ടൈലർ ഇറ്റ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദ പബ്ലിഷർ. അവരുടെ പബ്ലിക്കേഷൻ ആണ്. നിങ്ങളെ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ വരൂ ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നവരെല്ലാവരും. They are getting hundreds of articles every day. They are publishing only 15 or 16 every quarterly. 3 മാസത്തിൽ 15-16 പേപ്പർ പബ്ലിഷ് ചെയ്യാൻ അവർക്ക് ഡെയിലി ചിലപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ആർട്ടിക്കിൾസ് കിട്ടുന്നുണ്ടായിരിക്കും. They will not entertain any immature decisions from your side. നമ്മുടെ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് വർക്കിനെ നെവർ എവർ ദേ വിൽ എന്റർടൈൻ. നിങ്ങളൊരു സീനിയർ പ്രൊഫസർ ആണ്, അല്ലെങ്കിൽ വലിയ ഒരു നേതാവാണ് എന്നുള്ളതൊന്നും അവരുടെ കൺസിഡറേഷൻ അല്ല. വെദർ ഇറ്റ് ഈസ് എ വെൽ ഡ്രാഫ്റ്റഡ് പേപ്പർ, നിങ്ങളൊരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ഫോർ റിവ്യൂ ആൻഡ് പബ്ലിക്കേഷൻ. അപ്പൊ അവിടെ ഫോക്കസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ പേപ്പർ ആണ്. ഗോട്ട് ഇറ്റ്? നൗ നോക്കാം. ഇതുപോലെയുള്ള ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള പേപ്പറുകൾ എടുത്തിട്ട് ഞാൻ ഇതിന്റെ ഫുൾ ടെക്സ്റ്റ് ഒരു PDF നോക്കും. ഗെറ്റിംഗ് ദ PDF ഓഫ് ദ ഫുൾ ടെക്സ്റ്റ്. ഇതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഹൗ ദേ ആർ റൈറ്റിംഗ് ദ ടൈറ്റിൽ എഴുതിയിരിക്കുന്ന രീതി, എങ്ങനെയൊക്കെയാണ് അവരുടെ സ്ട്രക്ചറിങ്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ പേപ്പർ വായിക്കുന്നത്. മെത്തേഡ്, സാമ്പിൾ സൈസ്, മെഷേഴ്സ്. നമ്മൾ സാധാരണ ഒരു സൈക്കോളജിക്കൽ ആർട്ടിക്കിൾ ഒക്കെ നമ്മളൊരു ഡിസീസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ടൂൾ എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും ടൂൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇന്റർനാഷണലി പബ്ലിഷ് ചെയ്യുന്ന പേപ്പറിൽ നമ്മൾ കാണില്ല. മെഷേഴ്സ് എന്നാണ് പറയുന്നത്. മെഷേഴ്സ്. സാമ്പിൾ എന്ന് പറയുന്ന പ്രയോഗമില്ല, മറിച്ച് നമ്മൾ പാർട്ടിസിപ്പൻസ് എന്നാണ് പറയുന്നത്. ചിലർ പാർട്ടിസിപ്പൻസ് ആൻഡ് ഡിസൈൻ കണ്ടോ, പാർട്ടിസിപ്പൻസ് എന്നാണ് പറയുന്നത്, സാമ്പിൾ എന്നല്ല പറയുന്നത്. ഈവൻ ദോ സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് പാർട്ടിസിപ്പൻസ്, ബട്ട് ദ ഇന്റർനാഷണൽ പാറ്റേൺ ഈസ് പാർട്ടിസിപ്പൻസ്. അതുപോലെ ടൂൾസിന് പകരം നമ്മൾ മെഷേഴ്സ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെയും ഈ ഒരു എല്ലാ ജേർണലിലും, കുറെ ജേർണലിൽ സിമിലർ ആണെങ്കിലും ഓരോ ജേർണലിലും അതിൻ്റെതായ രീതി കാണും. somebody is asking for procedures, data analysis എങ്ങനെയാണ് ചെയ്തത്, how detailed it is. They have used the statistical package social sciences, that is SPSS 25. What they have done, everything they have mentioned it in detail. Result, ടേബിളിന്റെ സ്റ്റൈല്. നമ്മൾ പലപ്പോഴും നമ്മളൊരു ടേബിൾ എഴുതുന്നത് ഇങ്ങനെ ക്ലോസ്ഡ് ടേബിൾസ് ആയിരിക്കും. They will never entertain the closed table. APA സ്റ്റൈൽ ടേബിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, ഓപ്പൺ ടേബിൾസ് ആണ്. ജേർണലുകളിൽ വരുന്ന ടേബിൾസ്, ഫിഗേഴ്സ്, ആ ഫിഗേഴ്സിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എവിടെയാണ്, ഫിഗറിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, എല്ലാം ദീസ് ആർ ലേണിംഗ്. അപ്പൊ അതിനു വേണ്ടി ഡിസ്കഷൻ, ക്രക്സ് ഓഫ് ദ സ്റ്റഡി ഈസ് ഡിസ്കഷൻ. ഒരു ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ടിന് ഡിസ്കഷൻ. ഓതേഴ്സ് കോൺട്രിബ്യൂഷൻ, ഓരോരുത്തരും, നമ്മളിപ്പോ സാധാരണയായിട്ട് എന്റെ പേര് നീ വെക്കുകയാണെങ്കിൽ നിന്റെ പേര് ഞാൻ വെക്കാം, അങ്ങനെ പറയുന്ന ചില ആൾക്കാരെ കാണാറുണ്ട്. ഐ വിൽ ആഡ് യുവർ നെയിം. സൂപ്പർവൈസേഴ്സ് ഒക്കെ പറയാറുണ്ട് എന്റെ പേര് വെച്ചിട്ട് പബ്ലിഷ് ചെയ്യാവൂ, അവർ ചിലപ്പോൾ നോക്ക് പോലും ഇല്ല. അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ആക്ച്വലി when you are publishing to a leading journal like the British Journal of Educational Psychology, they'll ask you what is your concept, what is your contribution. അപ്പോ ഫെലിസിറ്റസ് ബിവർ എന്ന് പറയുന്ന ഫസ്റ്റ് ഓതർ, ഹി കൺസെപ്ച്വലൈസ്ഡ് ഡാറ്റ ക്യൂറേഷൻ, ഫോർമൽ അനാലിസിസ്, ഇൻവെസ്റ്റിഗേഷൻ, മെത്തഡോളജി, പ്രോജക്ട് അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം ചെയ്ത ആളാണ് ഇങ്ങേര്. അടുത്ത ആൾ ചെയ്തിരിക്കുന്നതാണ് കൺസെപ്ച്വലൈസേഷൻ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അയാൾ ചെയ്തു, അടുത്ത ആൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, റിവ്യൂ ആൻഡ് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത ആൾ തേർഡ്, ഫോർത്ത് അയാൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഓരോരുത്തരും എഴുതിയിരിക്കുന്ന, അവർ ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഓരോരുത്തരുടെയും റോൾ അവിടെ പറയണം. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ? നോർമലി വി ഡോണ്ട് ഹാവ് ടു റൈറ്റ് നൺ ടു ഡിക്ലെയർ, വി ഹാവ് ടു റൈറ്റ് ദാറ്റ് ദെർ ഈസ് നോ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്ട് ഇൻട്രസ്റ്റ് ഉള്ള പേപ്പേഴ്സിന് സാധാരണ ചെയ്യാറില്ല. ഡാറ്റ അവൈലബിലിറ്റി, വെദർ വി ആർ ഏബിൾ ടു ഗിവ് ദ ഡാറ്റ. ഓർക്കിഡ് ഐ ഡി, ഓരോ ഓതേഴ്സിനും ഓർക്കിഡ് ഐ ഡി ഉണ്ടാവണം. ആ ഓർക്കിഡ് ഐ ഡി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെഫറൻസസ്, നിങ്ങൾ നോക്കിയാൽ അറിയാം ഹൗ ദ റെഫറൻസസ് ആർ മാനേജ്, ഹൗ മച്ച് റെഫറൻസസ്. അപ്പൻഡീസസ്, പലപ്പോഴും അപ്പൻഡിക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൻഡിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ടേബിൾസ് ആണ്. ലോട്ട്സ് ഓഫ് തിങ്സ്
ബി കറക്റ്റഡ്. നമ്മൾ ചെയ്തിരിക്കുന്ന സാധനത്തിൽ പലപ്പോഴും പല കറക്ഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ മിനിമം ഒരു 10 ആർട്ടിക്കിൾസ്, സിമിലർ കൈൻഡ് ഓഫ് ആർട്ടിക്കിൾസ്. 10 ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇതിൽ പബ്ലിഷ് ചെയ്യുന്ന പല ആർട്ടിക്കിൾസും 10 വായിക്കുക എന്നുള്ളതല്ല. നിങ്ങളെ ജേർണൽ, നിങ്ങൾ എഴുതാൻ പോകുന്ന പേപ്പർ ഏത് തരത്തിലുള്ള ഒരു റൈറ്റിംഗ് ആണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണോ, ക്വാളിറ്റേറ്റീവ് ആണോ, സിസ്റ്റമാറ്റിക് റിവ്യൂ ആണോ, ബിബ്ലിയോമെട്രിക് അനാലിസിസ് ആണോ? വാട്ട് എവർ യു ആർ റൈറ്റിംഗ്, that way you have to identify similar kind of articles and read at least 10-20 articles. Just go through the articles. Now the second stage is, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഓതർ ഗൈഡ് ലൈൻസ് എന്നൊരു സംഭവം ഉണ്ട്. ഓതർ ഗൈഡ് ലൈൻ, ദിസ് ഈസ് എക്സാക്ട്ലി വി ഹാവ് ടു ഡൗൺലോഡ് ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ് പെർഫെക്റ്റ്ലി. ഓതർ ഗൈഡ് ലൈൻസ് പഠിക്കാതെ ഒരിക്കലും ഒരു ആർട്ടിക്കിൾ ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യാൻ പോകരുത്. കാരണം ദേ ആർ നോട്ട് സിറ്റിംഗ് ഫോർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ദേ ആർ നോട്ട് സിറ്റിംഗ് ഫോർ റിസപ്ഷൻ കൈൻഡ് ഓഫ് തിങ്. അവർ നമ്മളിങ്ങനെ റിസീവ് ചെയ്യാനിരിക്കുകയല്ല. ദേ ആർ റിസീവിങ് ഇഫ് ഇറ്റ് ഈസ് വണ്ടർഫുള്ളി സ്ട്രക്ചർഡ്. അതർവൈസ് അപ്പൊ തന്നെ നമുക്ക് റിജക്ഷൻ ആണ് വരുന്നത്. ഐ ക്യാൻ ടെൽ യു ആൻ എക്സാമ്പിൾ. ഞാനൊരു പേപ്പർ ഹരിബറിയിൽ ഞാൻ സ്ട്രക്ചർ ചെയ്തു. നമ്മൾ എത്ര നമുക്ക് ഇതൊക്കെ അറിയാലും, ഈ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞാലും, പലപ്പോഴും നമ്മളിത് പ്രാക്ടിക്കലി വരുമ്പോഴും പലപ്പോഴും പല വിഡിത്തവും നമ്മൾ ചെയ്യും. 2 years ബാക്ക് ജാമ്യയിൽ വരുന്നതിന് 1 വർഷം മുന്നേ ഞാനൊരു റഷ്യൻ ജേർണലിന് ഞാനൊരു സ്ട്രക്ചർ ചെയ്തു പേപ്പർ. അപ്പൊ ഞാൻ അതിന്റെ സ്കോപ്പൊക്കെ വായിച്ചിരുന്നു. വായിച്ചപ്പോഴതിൽ പറയുന്നുണ്ട് അവർക്ക് റഷ്യൻ പെർസ്പെക്റ്റീവില് ആ ഒരു കോണ്ടെക്സ്റ്റിൽ എഴുതിയ പേപ്പറിനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഞാനൊരു ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എഴുതിയ പേപ്പർ ജസ്റ്റ് ഐ ട്രൈ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെല്ലാം സ്ട്രക്ചർ ചെയ്ത് അയച്ചു. അത്രയും എഫേർട്ട് എടുത്തു. പക്ഷേ എക്സാക്ട്ലി വെറും റഷ്യനിലെ നടത്തിയ സ്റ്റഡി മാത്രമേ അവർ എടുക്കുള്ളൂ അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞില്ല. അത് ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. എക്സാക്ട്ലി അവരുടെ റിപ്ലൈ വന്ന് ഇമ്മീഡിയറ്റ്ലി റിജക്ഷൻ. കാരണം അവർക്ക് വേണ്ടത് റഷ്യൻ കോണ്ടെക്സ്റ്റിലെ ആർട്ടിക്കിൾസ് ആണ്. സോ മൈ സ്റ്റഡി ഗോട്ട് റിജക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ അത് എന്റെ തെറ്റാണ്. ഐ ഹാവ് നോട്ട് ലുക്ക്ഡ് ഇൻ ടു ഈച്ച് ആൻഡ് എവറി സെഗ്മെന്റ് ഓഫ് സബ്മിഷൻ മാനുവൽ. അത് നമ്മൾ ചെയ്യണം. ഇത്രയും പറയുന്നത് സബ്മിഷൻ, എയിംസ് ആൻഡ് സ്കോപ്പ്, മാനുസ്ക്രിപ്റ്റ് കാറ്റഗറീസ് ആൻഡ് റിക്വയർമെന്റ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എഡിറ്റോറിയൽ പോളിസി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ എന്താണ്, ഓതർ ലൈസൻസിങ്, പബ്ലിക്കേഷൻ പ്രോസസ് ആഫ്റ്റർ ആക്സെപ്റ്റൻസ്, പോസ്റ്റ് പബ്ലിക്കേഷൻ, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, എവറിത്തിങ് ഈസ് ക്ലിയർലി മെൻഷൻ in 2-3 pages or around 5 pages. ക്ലിയർ ആണ്. ഫിഗേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എങ്ങനെ എഴുതണം, ജനറൽ സ്റ്റൈൽ, ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം. Authors must avoid the use of sexist or any other discriminatory language. Abbreviations. Sexist language എന്ന് പറയുന്ന കാര്യം നമ്മൾ പലപ്പോഴും ഒരു ഇൻഫർമേഷൻ പറയുമ്പോൾ ഒരു സെക്സ് കാറ്റഗറിയെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു സംഭവമുണ്ട്. ആസ് എ ലേണർ ഹീ ഈസ് ഏബിൾ ടു വർക്ക്. നമ്മളെപ്പോഴും മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഇറ്റ് വാസ് എ സ്റ്റൈൽ. ഇറ്റ് ഇസ് നോട്ട് എ പ്രാക്ടീസിങ് സ്റ്റൈൽ, ബട്ട് മെനി ഓഫ് ദ ഇന്ത്യൻ ഓതേഴ്സ് ഹാസ് ദിസ് കൈൻഡ് ഓഫ് ഇഷ്യൂ. നമ്മളെപ്പോഴും ഒരു കാറ്റഗറിയെ പറയും, പിന്നെ നമുക്ക് കുറച്ച് ചിലപ്പം അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ചില ആളുകൾ വരാറ്. അവര് ഫീമെയിൽ ഡോമിനൻസ് മാത്രം പറയുന്ന ആളുകൾ. ശരിക്കും നമ്മൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ട് അല്ലെങ്കിൽ സെക്സ് ബേസ്ഡ് അല്ലാത്ത, സെക്ഷലി ബയാസ്ഡ് അല്ലാത്ത കണ്ടന്റ് നമ്മൾ പലപ്പോഴും എഴുതാൻ ശ്രമിക്കണം. ദേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ഓർ ദ സ്റ്റുഡൻസ് ദേ, എപ്പോഴും നമ്മൾ ആ ഒരു പ്ലൂരൽ ആണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാറ് സാധാരണ. അപ്പൊ നമ്മൾ അത് വായിക്കുമ്പോൾ അങ്ങനെയുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള വായന നമുക്ക് വേണം. ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അപ്പോ ഇതിപ്പോ ഞാൻ ഈ ഒരു ഇത് വെച്ച് പറഞ്ഞത് എൻ്റെ ഒരു സബ്ജക്ട് ഓറിയന്റേഷൻ വെച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും അവരുടെ സബ്ജക്റ്റിലെ സാധനങ്ങൾ നോക്കുക. ഇഫക്ട് സൈസ്, നമ്പേഴ്സ്, യൂണിറ്റ് മെഷർമെന്റ്, അബ്രീവിയേഷൻസ്, എവറിത്തിങ്. അപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് 5-6 times you read this. Reading between the lines, very carefully read it. That is the requirement. Now we can structure the paper. അപ്പൊ നമ്മൾ ജേർണലിനെ ഐഡന്റിഫൈ ചെയ്തു, എഴുതുന്ന സ്റ്റൈല് മനസ്സിലാക്കി, എന്തൊക്കെ നമുക്ക് വേണം, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വെദർ മൈ സ്റ്റഡി ഈസ് എ പബ്ലിഷബിൾ വൺ ഓർ നോട്ട്. എന്റെ സ്റ്റഡി പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതൊക്കെ ഒരു പോസിബിൾ, ഇതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ഒഴിവാക്കി, ഞാൻ മുന്നോട്ടില്ല എന്നൊക്കെ ചിലർക്ക് തോന്നുക. ഇത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊന്നും നമുക്ക് വരുന്ന പണിയല്ല എന്ന് വിചാരിക്കും. നോട്ട് ദാറ്റ്. ദീസ് ആർ സിമ്പിൾ. നമ്മൾ അതിനെ എൻജോയ് ചെയ്ത് അതിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദീസ് ആർ വെരി ഈസി ടാസ്ക്.
അതിനെ നമുക്ക് കാണുന്ന നമ്മളുടെ ഓരോ ടാസ്കുകള് ഓരോ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കണം. കാരണം ഇറ്റ്സ് എ നീഡ് ഓഫ് ദ അവർ. നമുക്കത് വേണം മുന്നോട്ട് പോകണമെങ്കിൽ. ഏത് ഫീൽഡിലാണെങ്കിലും ഇതൊക്കെ ആവശ്യമാണ്. ദീസ് ആർ ദ ജനറൽ നോളജ്, പാർട്സ് ഓഫ് നോളജ്. നോ, അപ്പൊ അങ്ങനെയുള്ള കാര്യം ആയതുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിലേക്കൊന്നും പോകണ്ട. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന പല ജേർണലിലും ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ഇല്ല. പക്ഷെ അത് ചിലപ്പോൾ UGC കെയർ ആവില്ല, അല്ലെങ്കിൽ സ്കോപ്പസിൽ വന്നതാവില്ല. അങ്ങനെയുള്ള ജേർണലുകൾ 1-2 പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാനൊക്കെ കുറെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ നമുക്ക് UGC കെയർ സ്കോപ്പസിൽ യാതൊരു നിർബന്ധന ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന പേപ്പറൊക്കെ തന്നെ വേറെ സാധാരണ ജേർണലുകളിലൊക്കെ പബ്ലിഷ് ചെയ്യും. അവിടെ ഒന്നും തന്നെ ഇവർ ഈ റൈറ്റിംഗ് സ്റ്റൈൽ ഒന്നും പ്രോപ്പർ നോക്കില്ല. റെഫറൻസിങ് APA സ്റ്റൈൽ ആവണമെന്ന് പറയും, പക്ഷേ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റിംഗ് സ്റ്റൈൽ പഠിച്ച് അതനുസരിച്ചുള്ള സ്ട്രക്ചർ ചെയ്തിട്ട് സാധാരണ ജേർണലുകളിൽ 1-2 പേപ്പറെങ്കിലും പബ്ലിഷ് ചെയ്ത് ലെറ്റ് us ബിൽഡ് എ കോൺഫിഡൻസ്, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരിക്കലും ഇത് ഇല്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോവാതെ മുന്നോട്ട് പോവുക. കോൺഫറൻസുകൾ വരും, ഫണ്ടഡ് കോൺഫറൻസുകൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് ഫണ്ടഡ് കോൺഫറൻസുകൾ വരാറുണ്ട്. പല കുട്ടികളും നമ്മളിപ്പം ജാമ്യയിൽ തന്നെ ഇപ്പൊ സ്മൃതിയിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ പലരും പല കോൺഫറൻസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പേപ്പറൊക്കെ പ്രസന്റ് ചെയ്തൊക്കെ കാണാറുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് മോട്ടിവേറ്റഡ് ആവാൻ പറ്റുന്ന അവസരങ്ങളാണ്. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ബെസ്റ്റ് പേപ്പർ അവാർഡ് കിട്ടാറുണ്ട്. നമ്മൾ തന്നെ കൂട്ടത്തിലുള്ള പല ആൾക്കാർക്കും ബെസ്റ്റ് പേപ്പർ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു നല്ലൊരു റെക്കഗ്നീഷൻ ആണ്. അപ്പൊ നമ്മൾ അതിനൊക്കെ നമ്മൾ കുറെ പഠിക്കാനുണ്ട്. അവർ ചെയ്യുന്ന രീതികള്, അവരുടെ സ്റ്റൈലുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, അവരെങ്ങനെയൊക്കെയാണ് പേപ്പർ സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കോൺഫറൻസുകൾ, വലിയ പേയ്മെന്റ് 2000-3000 ഒക്കെ കൊടുത്തിട്ട് കോൺഫറൻസുകൾ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പേയ്മെന്റ് ഇല്ലാത്ത കോൺഫറൻസിൽ നമുക്ക് എടുത്തിട്ട് പോകാം. ഡൽഹിക്ക് അകത്ത് നടക്കുന്ന കോൺഫറൻസുകൾക്ക് പോകാം. ഈ കോൺഫറൻസിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഫറൻസുകളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട കോൺഫറൻസുകൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ അതിലേക്ക് മാറണം. ഇഫ് ഐ എം ഫ്രം എഡ്യൂക്കേഷൻ, കോൺഫറൻസസ് ഓൺ പൊളിറ്റിക്കൽ സയൻസ്, I have to find how can I link my subject to the conference happening in political science. അപ്പോഴാണ് നമുക്ക് അതിന് ഒരു ലിങ്ക് വരുന്നത്. അപ്പൊ അതിന് ചെറിയ റിസർച്ച് ചെയ്യണമെങ്കിൽ ചെറിയ റിസർച്ച് ചെയ്യുക, ചെറിയ രീതിയിൽ വേറൊരു സാധനങ്ങൾ പഠിക്കണമെങ്കിൽ അത് പഠിച്ചിട്ട് അതിലേക്ക് മാറുക. അങ്ങനെയാണ് നമ്മൾ അതിനെ നമ്മുടെ ഭാഗത്തേക്ക് അതിനെ മാറ്റുന്നത്. NCERT അതുപോലെ തന്നെ കുറെ സ്ഥാപനങ്ങൾ, IIT-കളൊക്കെ തന്നെ പല സ്ഥാപനങ്ങളും നടത്തുന്ന പല കോൺഫറൻസുകളും ഫണ്ടഡ് കോൺഫറൻസുകളായിരിക്കും. ഫണ്ടഡ് ഇൻ ദ സെൻസ് they will pay you for your ticket. നമ്മളെ ചിലപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 3rd AC ആയിരിക്കാം, ചിലപ്പോൾ സ്ലീപ്പർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ സ്പോൺസേഡ് ആയിട്ടുള്ള കോൺഫറൻസുകൾ, പലപ്പോഴും ICSR സ്പോൺസേഡ് കോൺഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നമ്മൾ വാല്യൂ ചെയ്യുന്ന കോൺഫറൻസുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കോൺഫറൻസുകൾ വർഷത്തിലൊന്നൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എപ്പോഴും 1-2 കോൺഫറൻസുകൾ അതൊരു ശീലമാക്കുക. കാരണം നമ്മുടെ ഒരു അക്കാഡമിക് ഗ്രോത്ത് ആണ് ആളുകൾ നോക്കുന്നത്. നിങ്ങൾ കുറെ മിണ്ടാതിരുന്ന് കുറെ ഒന്നും ചെയ്യാതിരുന്ന് പെട്ടെന്ന് നമ്മളൊരു സാധനം എല്ലാം കൂടെ ചെയ്യുക എന്നുള്ളതിനപ്പുറമായിട്ട് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കോളർ എന്ന് പറയുന്നത് ഒരു സസ്റ്റെയിൻഡ് ഗ്രോത്ത് കാണിക്കുന്ന ആളായിരിക്കും ഏത് സമയത്തും. ഇപ്പം നമ്മൾ ഇന്റർനാഷണലി ഒക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലെ ആളുകളുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ CV നോക്കിക്കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും, നല്ല രസമാണ് വായിക്കാൻ. എല്ലാ വർഷവും അവര് ഒരു 1-2 പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു, 1 or 2 ഇന്റർനാഷണൽ കോൺഫറൻസസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 4-5 ഇൻവൈറ്റഡ് ടോക്സ് അവർ ചെയ്തിരിക്കും. ഇന്ത്യയിൽ തിരിച്ചാണ്, നമ്മളൊരു പ്രൊമോഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്കിപ്പോൾ PhD സബ്മിറ്റ് ചെയ്യാൻ വേഗം 2 പേപ്പർ വേണം, അപ്പൊ ഇരുന്നിട്ട് നമ്മൾ 2 പേപ്പർ എഴുതുന്നു, പിന്നെ ഒന്നുമില്ല. അല്ലെങ്കിൽ PhD ആദ്യത്തെ വർഷങ്ങളിലൊന്നും ഒന്നും ചെയ്തില്ല, അവസാനം സബ്മിറ്റ് ചെയ്യുമ്പോൾ 2 പേപ്പർ വേണം, അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തല കുത്തി നിന്നിട്ട് നമ്മൾ 2 പേപ്പർ എഴുതും. ഇറ്റ്സ് നോട്ട് എ പ്രാക്ടീസ്. ആക്ച്വലി നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോ വർഷത്തേക്കും ഇന്ന കാര്യങ്ങൾ ചെയ്യണം. കാരണം പലയിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ people are progressing like anything, they are publishing, they are producing result academically, so we will also have to do something. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പൊ അതിന് ഉള്ള ഒരു മോട്ടിവേഷൻ ആവട്ടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്നുള്ള ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ കൂടുതൽ തിയറിറ്റിക്കൽ പ്രസന്റേഷനിലേക്കൊന്നും പോകുന്നില്ല. പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് it is a relatively easy task, but intention is required. I'm concluding saying that there are 2-3 things associated. One is a motivation from your side, second is the identification of an area, third is identification of a journal through സ്കോപ്പസിൽ നിന്നോ വെബ് ഓഫ് സയൻസിൽ നിന്നോ UGC കെയറിൽ നിന്നോ ഒക്കെ തന്നെയും ഒരു നല്ല ജേർണൽ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ മനസ്സിലാക്കി അതിന്റെ ഓതർ ഗൈഡ് ലൈൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പേപ്പർ സ്ട്രക്ചർ ചെയ്യുക,
അത് കോൺഫറൻസ് ആണെങ്കിലും അതല്ലെങ്കിൽ പബ്ലിക്കേഷൻ ആണെങ്കിലും ഒക്കെ തന്നെയും ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ് ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്യാണ്. ഓൾമോസ്റ്റ് ക്ലോസ്ഡ് 1 hour. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇനി എന്തെങ്കിലും ഫർദർ പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. താങ്ക് യു ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാപ്പി ടു ആൻസർ. Somebody has mentioned something. How can we find open access articles? Open access articles പലപ്പോഴും ഇപ്പൊ ഞാൻ നേരത്തെ കണ്ടില്ലേ, ബ്രിട്ടീഷ് ജേണൽ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി പറഞ്ഞില്ലേ, അതിനകത്ത് ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള ചില ആർട്ടിക്കിൾ വരും, ചിലത് ഓപ്പൺ ആക്സസ് അല്ലാത്ത ആർട്ടിക്കിൾസും കാണും. അപ്പൊ ആ ജേണലിൽ പോയി നോക്കിയാൽ അറിയാമെന്ന്. പിന്നെ നമ്മളിപ്പോ സ്കോപ്പസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആക്സസ് ജേണൽസ് കാണാം. ഓപ്പൺ ആക്സസ് ജേണൽസ് പ്രത്യേകം എന്ന് പറയുമ്പോഴേ അവര് മറ്റേ സാധാരണ ജേണൽസ് ആർട്ടിക്കിൾ നമ്മൾ പേയ്മെന്റ് ബേസിസ് ആ. ഓപ്പൺ ആക്സസ് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ പബ്ലിഷറിന് അതിന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഒരുപാട് പൈസ കൊടുത്താണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഓപ്പൺ ആക്സസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഓപ്പൺ ആക്സസ് ജേർണൽസ് ഒരുപാട് നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. സ്കോപ്പസിൽ തന്നെ പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും. ഓപ്പൺ ആക്സസ് ജേർണൽസിനകത്ത് തന്നെ ചില ആർട്ടിക്കിൾ സെക്ഷൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ എടുത്ത ആർട്ടിക്കിൾ ഓപ്പൺ ആക്സസ് ആയിരുന്നു. അത് തന്നെ താഴെ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആക്സസ് ഇല്ലാത്ത ആർട്ടിക്കിളുകളും അതിനകത്തുണ്ട്. ഇനി മറ്റൊരു കേസ്, ഗൈഡ് പ്രൊഫസർ സീ ദ പേപ്പർ വൺസ്. ഓക്കെ, അത് ചിലപ്പോൾ വർഷ ചോദിച്ച ഒരു ക്വസ്റ്റ്യന് അത് ചിലപ്പോൾ നമുക്കൊരു കമ്പൽഷൻ ആയിരിക്കും. ഇപ്പൊ എന്റെ പ്രൊഫസർ പറയാണ് എന്റെ പേര് വെച്ചിരിക്കണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ്ഫുള്ളി നമ്മൾ വെക്കേണ്ടി വരും. ശരിക്കും അത് പ്രൊഫസേഴ്സ് ഒക്കെ അങ്ങനെ വെക്കുമ്പോൾ ശരിക്കും അത് വളരെ പ്രശ്നമാണ്. കാരണം നിങ്ങൾ ഇപ്പൊ പ്ലേഗറിസം ഒന്നും പ്രോപ്പർ ചെക്ക് ചെയ്യാതെ ഒരു സാധാരണ ഒരു ജേർണലിലൊക്കെ ഒരു കാര്യം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഫസറിനൊക്കെ തന്നെയും അത് ഇഷ്യൂസ് ആയിരിക്കും. പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സാധാരണ അതൊരു ഫോഴ്സ്ഫുള്ളി നമുക്ക് ചോദിക്കുമ്പോൾ അത് ചെയ്യേണ്ടതായി വരും. നമ്മൾ നോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ പ്രൊഫസർ ആണല്ലോ. അപ്പൊ നമ്മൾ അവരെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഒരു ഹെൽപ്പ് വേണ്ടത് കൊണ്ട് നമ്മൾ അവരോട് നോ ഒന്നും പറയാൻ പോകണ്ട. അവര് നിർബന്ധിച്ചാൽ നമ്മൾ അവർ വെക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പേപ്പർ എഴുതിയ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും അതിന്റെ വാല്യൂ കിട്ടും. എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ആയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഐ സജസ്റ്റ് യു ഓൾ ഓഫ് യു ടു ക്യാരി ഔട്ട് റിസർച്ച് തുടരുക. അതിനുവേണ്ടി ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ നിങ്ങൾ ഉണ്ടാക്കുക. ചെറിയ ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേ 2-3 പേരൊക്കെ ചേർന്നിട്ടുള്ള റിസർച്ചുകൾ, നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒരു അരമണിക്കൂറോ വീക്കിലിയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുക. നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിക്കുക. അതിന്റെ കൂട്ടത്തിൽ അത് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആവുക. അത് നമ്മൾ എന്താ പറയുക, ഇൻഫോർടൈൻമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ റിസർച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എന്റർടൈൻമെന്റ് ആക്കി മാറ്റുക. ഒരു 4-5 പേര് റിസർച്ച് മൈൻഡുള്ള ആളുകൾ ഒരു ഭാഗത്തിരുന്ന് കൂടുന്നു, ഒരുമിച്ച് ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു. അവിടെ തന്നെ നമ്മൾ റിസർച്ചിന്റെ ഒരു ഐഡിയ ഷെയർ ചെയ്യുന്ന, അരമണിക്കൂർ ഡിസ്കസ് ചെയ്യുന്നു, അതിനെ ഒരു ഷേപ്പ് ചെയ്യുന്നു, പേപ്പർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ പരസ്പരം ഷെയർ ചെയ്തിട്ട് അടുത്ത ഒരു മാസം കൊണ്ട് നമ്മൾ ഒരു പേപ്പർ എഴുതുന്നു. അപ്പോൾ ഇൻട്രൊഡക്ടറി പാർട്ട് ഒരാൾ എഴുതുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു പേപ്പർ ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യനെയറും കാര്യങ്ങളും അല്ലെങ്കിൽ സ്കെയിലും കാര്യങ്ങളും ഒരാൾ ഡെവലപ്പ് ചെയ്യുന്നു. മറ്റൊരാൾ ഡാറ്റ അനാലിസിസിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പൊ അയാൾ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ടേബിൾസും ഫിഗേഴ്സും വരുന്നു, 3 പേരും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്ത് പേപ്പർ ആക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് ശരിക്കും ഒരു കൊളാബറേഷൻ ആണ് ഈ കാലത്ത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ തീരുമാനങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഇടയിലാണ് അത് ഉണ്ടാവേണ്ടത്. ഓരോരുത്തരും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം. ദാറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. അതൊരു നമ്മുടെ ഒരു റിക്വയർമെന്റ് ആണ് ശരിക്കും. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? സർ ഗുഡ് ഈവനിങ് സർ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, അത് ഫിറ്റ് ആണെന്ന് അറിയില്ല. വളരെ ബാലിശമായ ഒരു ചോദ്യമാണ്. അതായത് സാറ് പറഞ്ഞു നമ്മൾ റിസർച്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് റീഡിങ് എന്നുള്ളതാണ്. റീഡിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഹൗ മൈൻഡ്ഫുൾ ഷുഡ് ബി അവർ റീഡിങ് എന്നുള്ളൊരു സാധനമാണ്. ഇപ്പം ഞാൻ റിസർച്ചിലേക്ക് താല്പര്യമുള്ള നല്ല കാലെടുത്ത് വെക്കാത്ത ഒരാളാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എനിക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പിന്നെ ഒരു അവസ്ഥയാണ് റീഡിങ് എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ മൈൻഡ്ഫുൾനെസ് ഇപ്പം ദിവസങ്ങൾക്കനുസരിച്ച് കുറയുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്, ഡിസ്ട്രാക്ഷൻസ് കാരണം. എങ്ങനെ നമുക്കത് ബാലൻസ്ഡ് ഇതിലാക്കി കൊണ്ടുവരാൻ പറ്റും?
എന്നുള്ള ഒരു ബാലിശമായ ചോദ്യമാണ്. അപ്പൊ ഞാൻ ട്രൈ ടു ആൻസർ യു. ആക്ച്വലി നമ്മളൊരു റിസർച്ചിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു ഹിന്റ് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്, അവിടെ ചെറിയൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. അപ്പോഴാണല്ലോ നമ്മളിത് വായിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് വന്നു. അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ വായിക്കാം. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷാണ്, അപ്പൊ ഇംഗ്ലീഷിൽ എനിക്ക് വായിക്കാവുന്ന എന്റേതായ ഒരു പ്രിഫറൻസ് കാണും. എനിക്ക് റിസർച്ച്, അപ്പൊ നമ്മൾ ബേസിക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഇതിൽ ഏതൊക്കെ ഏരിയയിലാണ് റിസർച്ച് നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ കാണും. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പൊ നിങ്ങൾക്ക് ഫോണറ്റിക്സ് താല്പര്യം ഉണ്ടായിരിക്കും, ഗ്രാമർ ആൻഡ് സ്ട്രക്ചറിൽ താല്പര്യം ഉണ്ടായിരിക്കും, ലിറ്ററേച്ചറിൽ താല്പര്യം ഉണ്ടായിരിക്കും, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷിൽ താല്പര്യം ഉണ്ടായിരിക്കും, അപ്പം അല്ലെങ്കിൽ യൂസേജസിലായിരിക്കാം, കമ്മ്യൂണിക്കേഷനിലായിരിക്കാം, സ്കില്ലുകളിലായിരിക്കും. അപ്പൊ പലതരത്തിലുള്ള സെഗ്മെന്റുകളിൽ നമുക്ക് താല്പര്യം കാണും. അപ്പൊ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് ഒന്ന് വായിക്കുക. അതിൽ വരുന്ന ആർട്ടിക്കിൾ അപ്പൊ നമ്മൾ ഒന്ന് രണ്ടെണ്ണം വായിക്കുമ്പോഴേ ഇതൊരു ബോറിംഗ് ആണ്, ഇത് ഇത്ര എനിക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല, അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യുക, അടുത്ത അത് അവിടെ ഇടുക. ഇത് വലിയ താല്പര്യം, ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇതൊന്നും ശരിയാവില്ല. അപ്പൊ നമുക്ക് കുറച്ച് റിലേറ്റീവ് ആയിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്ന വേറൊരു ഏരിയയിലേക്ക് പോവാം. പിന്നെ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് കുറെ ചിന്തകൾ വരും. നമ്മള് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ചിന്തകൾ ഒരു കാര്യം വെറുതെ ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ചിന്തകൾ പല രീതിയിൽ രൂപപ്പെടും. വേറൊരു തരത്തിൽ റിസർച്ച് ചെയ്യാം, കുറച്ചും കൂടെ വേറൊരു രീതിയിൽ ചിന്തിക്കാം, അങ്ങനെ ചിന്തകൾ മാറി മാറി വരും. അങ്ങനെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ജനറൽ റീഡിംഗിൽ നിന്ന് നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് വരാൻ പറ്റുമായിരിക്കും. അതിനൊരു ഫോക്കസ്ഡ് ടൈം കണ്ടെത്തുക. അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു 2 hours എങ്കിലും എനിക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ 1-2 പേപ്പറൊക്കെ എടുത്തിട്ട് ഒന്നിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളൊരു റിസർച്ച് മൈൻഡ് ചെറുതായിട്ടെങ്കിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ റീഡിങ്ങിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ചെറുതായിട്ടൊരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുക. പിന്നെ നമുക്ക് ഒരു ഏരിയ ഒക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സെർച്ച് ആ രീതിയിലായി പോകും, കുറച്ചും കൂടെ സ്പെസിഫിക് സെർച്ച് ആയിരിക്കും. ഒരിക്കലും അതൊരു സജഷൻ മോഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ശരിയായിക്കൊള്ളണമെന്നില്ല. പിന്നെ കുറച്ചും കൂടെ നമുക്ക് റിസർച്ചിൽ ഫോക്കസ് ചെയ്യാൻ വേറൊരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ഈ റിസർച്ചിൽ തന്നെ ഉള്ള നമ്മുടെ ഡാറ്റാബേസുകൾ, ശോധഗംഗ പോലുള്ള സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ റിസർച്ചിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. 2023 അല്ലെങ്കിൽ 2022 പബ്ലിഷ് ചെയ്ത പല ലീഡിംഗ് യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ജാമ്യ മില്ലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, അപ്പൊ ഇവരൊക്കെ ഇംഗ്ലീഷിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ എങ്ങനെയാണ്, എന്തൊക്കെ ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നത്, അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ടൈറ്റിലുകളൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ്, അപ്പൊ എനിക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ, അപ്പൊ ചെറിയ തോട്ട്സുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റും. ആ റീഡിംഗ് സ്പേസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു റീഡിങ്ങിന്റെ ഏത് തരത്തിലേക്ക് എനിക്ക് പോകണം എന്നുള്ളത് അവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു കീവേഡ് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. Okay, I don't know how to what extent I could answer you. Okay, what is the tip for paper presentation? ഇതിൽ ഞാൻ രണ്ട് കാര്യം പറയുന്നത് വെച്ചാൽ, പേപ്പർ പ്രസന്റേഷൻ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നോർമലി വരുന്ന കോൺഫറൻസുകൾ, ഇഫ് ഇറ്റ് ഈസ് ഫണ്ടഡ് കോൺഫറൻസുകൾ ആണെങ്കിൽ മാത്രമേ വളരെ റിഗ്രസ് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് നടക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ IITs, IIMs, ലീഡിംഗ് ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഇവരൊക്കെയാണ്. ഇപ്പൊ അസിം പ്രേംജി അതല്ലെങ്കിൽ നമ്മുടെ അമിറ്റിയിൽ നിങ്ങൾ ഒരു പേപ്പർ കൊടുക്കുമ്പോൾ അവർ നല്ല റിഗ്രസ് ആയിട്ടുള്ള സ്ക്രീനിങ് നടത്തിയിട്ടാണ്, ഈവൻ ദോ നമുക്ക് 2000 രൂപ കൊടുത്താലേ പേപ്പർ പ്രസന്റേഷൻ കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും പലപ്പോഴും എപ്പോഴും എല്ലാം, ഇപ്പം ഞാൻ പറയുന്നത് അസിം പ്രേംജിയോ അല്ലെങ്കിൽ ലവ്ലി യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ അമിറ്റിയോ ഒക്കെ വലിയ സംഭവമാണെന്നല്ല പറയുന്നത്. മിക്കപ്പോഴും അവര് നല്ല സ്ക്രീനിങ് നടത്തിയാണ് എടുക്കുന്നത്. ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഒരു സെമിനാർസ് ഔട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പൊ ഫണ്ട് കിട്ടി എന്നുള്ളത് ഫെബ്രുവരിയിലായിരിക്കും അറിയുന്നത്, മാർച്ചിൽ സെമിനാർ തീർത്ത് അത് യൂട്ടിലൈസേഷൻ കൊടുക്കണം. അപ്പൊ നമ്മൾ ഹറിബറിയിലാണ് ഇത് ഓർഗനൈസ് ചെയ്യുക. അപ്പൊ വരുന്ന പേപ്പറുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ട്രക്ചർ, ഒരു സെമിനാറിന് മിനിമം അബ്സ്ട്രാക്ട് കൊടുക്കേണ്ട ഒരു വേർഡ് ലിമിറ്റ്, അതിന്റെ ഒരു രീതി, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ചൊരു ടൈറ്റിലിനെ സെമിനാറിന്റെ തീമിനെ സാധൂകരിക്കുന്ന രീതിയിൽ എഴുതുക. നിങ്ങളിപ്പം ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ BA പഠിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഒരു എഡ്യൂക്കേഷന്റെ പേപ്പർ കണ്ടു, എഡ്യൂക്കേഷനിൽ ഒരു സെമിനാർ കണ്ടു. അപ്പൊ എങ്ങനെ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്നും അതിലേക്ക് പോകാം? ക്യാൻ യു ഡു പ്യുവർലി ദ എഡ്യൂക്കേഷനിൽ പറയുന്ന ആ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇസ്ലാമിക് ഹിസ്റ്ററിയെ അതിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? ആ തരത്തിൽ അവർ സബ് തീംസും പറയുന്നുണ്ടോ? അതനുസരിച്ചൊരു പേപ്പർ എഴുതുക.
ഒരു അബ്സ്ട്രാക്ട് ശരി സാധാരണ 350 വേർഡ്സ് 400 താഴെയുള്ള അല്ലെങ്കിൽ മാക്സിമം 500 താഴെയാണ് അബ്സ്ട്രാക്ട്. ഒരു പേജ് എഴുതേണ്ടി വരുള്ളൂ. അപ്പൊ അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അബ്സ്ട്രാക്ടിന്റെ ഒരു മോഡല് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. മോഡൽ ഓഫ് അബ്സ്ട്രാക്ട് ഓഫ് IEEE നമ്മൾ അബ്സ്ട്രാക്ട് എഴുതുന്നത് എങ്ങനെയാണ്, APA സ്റ്റൈലിൽ എഴുതിയിരിക്കുന്ന ഒരു അബ്സ്ട്രാക്ടിന്റെ മോഡൽ ജസ്റ്റ് സിംപിളി ഗൂഗിൾ ചെയ്യുക. അതനുസരിച്ച് നമ്മൾ സ്ട്രക്ചർ ചെയ്യുക. അതിനകത്ത് ആ തീം വരേണ്ടി വരും, നിങ്ങൾ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് എന്താണോ അത് വരേണ്ടി വരും. ഇഫ് യു ഹാവ് എ മെത്തഡോളജി, ആ മെത്തഡോളജി വരേണ്ടി വരും. നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ അതിന്റെ ഫൈൻഡിങ്സ് വരണം. അതാണ് ഒരു അബ്സ്ട്രാക്ടിന്റെ മോഡൽ. അബ്സ്ട്രാക്ട് കഴിഞ്ഞാൽ 4 or 5 മാക്സിമം കീവേഡുകളും കൊടുക്കണം. കീവേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ തീമുകളാണ്. അങ്ങനെയാണ് അബ്സ്ട്രാക്ട് എഴുതുക. അബ്സ്ട്രാക്ട് എഴുതിയിട്ടാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ചിലർ ഫുൾ പേപ്പർ ആദ്യം ചോദിക്കും, അപ്പൊ നമ്മൾ ആൾറെഡി ഫുൾ പേപ്പർ എഴുതണം. ചിലർ അബ്സ്ട്രാക്ട് ആയിരിക്കും. അബ്സ്ട്രാക്ട് പ്രോപ്പർ ആണ്. സെമിനാറിന് എഴുതുമ്പോൾ നമ്മൾ കോൺഫറൻസ് സെമിനാറിന് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രത്തോളം നമ്മുടെ ടൈറ്റിലിനെ കാച്ചി ആക്കാൻ പറ്റുമോ, എത്രത്തോളം അതിനെ കാച്ചി ടൈറ്റിൽ ആക്കാൻ പറ്റുമോ, അങ്ങനെ ആക്കുമ്പോഴാണ് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുക. അതിനകത്ത് എഴുതുന്നതും അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് അതിനകത്ത് വരണം നിർബന്ധമായിട്ടും. അബ്സ്ട്രാക്ട് 300 വേർഡ് ആണെങ്കിൽ പോലും അതിനകത്ത് നിങ്ങൾ എന്താണ് ആ പേപ്പറിൽ അഡ്രസ് ചെയ്യാൻ പോകുന്നത് അതിനെ വളരെ ക്ലിയർ ആയിട്ട് ഐദർ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് യു ഹാവ് ടു ഇൻക്ലൂഡ്. നിങ്ങളുടെ സ്ട്രാറ്റജി മെത്തഡോളജിയും പറയാം. ഇപ്പൊ തിയറിറ്റിക്കൽ പേപ്പർ ആണെങ്കിൽ എത്ര വർഷത്തെ പേപ്പേഴ്സ് ആണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, നിങ്ങളുടെ ഡാറ്റാ സോഴ്സ് എവിടെ നിന്നാണ് എടുക്കുന്നത്, ഇതെല്ലാം പറയാം. പിന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ സ്ട്രക്ചർ, ഒരു പേപ്പർ എഴുതുന്നു. ആ പേപ്പറിൽ എഴുതുമ്പോൾ അപ്പോഴും നമ്മളൊരു പേപ്പറിന്റെ രീതി നോക്കുക. സാധാരണ ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കാണും. ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എഴുതും. പിന്നെ കൺസെപ്ച്വലി അതിനെ അനലൈസ് ചെയ്യും. കൺസെപ്റ്റ്ലി പല സ്ട്രക്ചർ ചെയ്തും അത് കഴിഞ്ഞ് നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു റെലവൻസ്. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താന്ന് പറയുന്നു, അതിന്റെ റെലവൻസ് പല രീതിയിൽ നമ്മൾ എഴുതുന്നു, പല സോഴ്സിൽ നിന്ന് തന്നെ എടുത്തിട്ട് എഴുതുന്നു, അതിനെ കൺക്ലൂഡ് ചെയ്യുന്നു. പല പല ഹെഡിങ്സ് ഉള്ളതിനകത്ത് നമ്മൾ അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹെഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിലെപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ഓരോ കോൺഫറൻസ് പ്രൊസീഡിങ്സുകൾ ഇതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഒരുപാട് സോഴ്സസ് ഇപ്പോൾ ഉണ്ട്. അതിന് നമുക്കൊരു ബേസ് ഉണ്ടാവുക. ഇത് ഏത് തരത്തിലാണ് അതിനനുസരിച്ച് ബേസ് ഉള്ള ഒരു ആർട്ടിക്കിൾ എടുക്കുക, എഴുതുക. ദാറ്റ് ഈസ് ഓൺലി തിങ്. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും അതുപോലെ തന്നെ നമുക്ക് സമ്മർ ടൈമിൽ ഇപ്പൊ നിങ്ങൾക്ക് സമ്മർ വരാൻ പോകുന്നു. അപ്പൊ സമ്മറിലേക്കൊക്കെ തന്നെ ഇപ്പൊ പ്ലാൻ ചെയ്യുക. ആ സമയത്ത് വരുന്ന കോൺഫറൻസുകൾ അറ്റ്ലീസ്റ്റ് ഒരു 1-2 കോൺഫറൻസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യും. ഐ വിൽ ട്രൈ ടു സബ്മിറ്റ് എ പേപ്പർ. അങ്ങനെ ഒരു ഇതെടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പൊ സ്മൃതിയിലെ നിങ്ങൾ അക്കാഡമിക് സ്മൃതിയിലെ ഗ്രൂപ്പിലൊക്കെ തന്നെയും ഒരുപാട് കോൺഫറൻസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് വരാറുണ്ട്. ഒന്ന് ട്രൈ ചെയ്യുക. എപ്പോഴും ഹാർഡ്ലി നമ്മൾ ഒരു അബ്സ്ട്രാക്ട് എഴുതാൻ 2 ദിവസം നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും 2 ദിവസത്തിനകം നിങ്ങൾ കിട്ടുന്ന ഫ്രീ ടൈം, 2 ദിവസത്തെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഒരു അബ്സ്ട്രാക്ട് എഴുതി അയക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഒരു കോൺഫറൻസ് ആണെങ്കിൽ ഒരുവിധം നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് കിട്ടും. ഇപ്പൊ മർസീനിയൊക്കെ 1-2 കോൺഫറൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കണ്ടിരുന്നു. അപ്പോൾ അത്രത്തോളം എഫേർട്ട് എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പേപ്പർ ചെയ്യണമെങ്കിൽ കുറച്ച് എഫേർട്ട് വേണം. പ്രത്യേകിച്ചും പേപ്പർ പബ്ലിഷ് ചെയ്യും ചിലപ്പോഴും. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് അല്ലെങ്കിൽ ദേ ആർ പബ്ലിഷിങ്, അപ്പൊ നമുക്ക് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യണം. പ്ലേഗിയറിസം ചെക്ക് ചെയ്യണം, പ്രോപ്പറായി സ്ട്രക്ചർ ചെയ്യണം, റൈറ്റിംഗ് സ്റ്റൈൽ ചെയ്യണം. ഇതൊന്നും അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു അക്കാഡമിക് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഡെവലപ്പ് ആയിട്ട് വരണം. എനിക്ക് 1-2 പേപ്പറുകൾ വായിച്ചാൽ കിട്ടുന്ന സാധനമേ ഉള്ളൂ അത്. ഓക്കെ, ഐ എം ആൾസോ ഹാപ്പി ടു സപ്പോർട്ട് യു. ഇഫ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ കുറിച്ച് ആരോ ചോദിച്ചത് ആരായിരുന്നു? ഓക്കെ, സർഫ്രാസ് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു. കോൺഫറൻസുകൾ പരമാവധി സെർച്ച് ചെയ്യുക. നിങ്ങളോട് ഞാൻ വീണ്ടും സജസ്റ്റ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടുള്ള കോൺഫറൻസുകൾ പോവാൻ പരമാവധി നമ്മൾ അങ്ങനെയുള്ള അറ്റംപ്റ്റ് നോക്കുക. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? സർ, പേപ്പർ പ്രസന്റേഷൻ ചെയ്യുന്നത്, അതൊരു കോൺഫറൻസിനകത്ത് നമ്മൾ പേപ്പർ പ്രസന്റേഷൻ ചെയ്യുന്നതും കോൺഫറൻസ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നതും സെയിം ആണോ, ഡിഫറെന്റ് ആണോ? കോൺഫറൻസ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മളിപ്പോ ഒരു പേപ്പർ പബ്ലിക്കേഷൻ ഒരു സാധാരണ ഇപ്പൊ ജാമ്യയിൽ ഒരു കോൺഫറൻസ് നടക്കുകയാണെങ്കിൽ അതിലെല്ലാ കോൺഫറൻസുകളും ചിലപ്പോൾ പേപ്പർ പബ്ലിഷ് ചെയ്യാറില്ല. അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ ഉണ്ട്. ആ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേറെ പബ്ലിഷ് ചെയ്യാം. പക്ഷേ സാധാരണ ലീഡിംഗ് ആയിട്ടുള്ള കോൺഫറൻസുകളിൽ ഇപ്പൊ ജാമ്യയിൽ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ റീസെന്റ് ഒക്കെ ഒരു കോൺഫറൻസ് ഓർഗനൈസ്, അവരെല്ലാം അത് പബ്ലിഷ് ചെയ്യാറുണ്ട്. പബ്ലിഷ് ചെയ്യാൻ മീൻസ് അത് പ്രൊസീഡിങ്സ് ആയിട്ടോ ഐദർ കോൺഫറൻസ് പ്രൊസീഡിങ്സ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു വോള്യം എഡിറ്റഡ് വോള്യം ആയിട്ടോ പബ്ലിഷ് ചെയ്യും. അതിനെയാണ് നമ്മൾ കോൺഫറൻസ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഐദർ അതൊരു പ്രൊസീഡിംഗ് ആയിരിക്കും. പ്രൊസീഡിങ്സ് പറയുമ്പോൾ
വിത്ത് ISBN ഉള്ള ഒരു കോൺഫറൻസ് പ്രൊസീഡിങ്സ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്യും. വന്നിരിക്കുന്ന എല്ലാ പേപ്പറിന്റെയും ഒരു കളക്ഷൻ ആയിരിക്കും. ചിലരത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യും. ഒരു ലീഡിംഗ് ആയിട്ടുള്ള ബുക്ക് ഏജൻസിയുടെ അടുത്ത് കൊടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്യും. അതിനെയാണ് നമ്മൾ കോൺഫറൻസ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആ കോൺഫറൻസിൽ നിന്ന് വരുന്ന ഒരു പബ്ലിക്കേഷൻ. അവിടെ നമ്മൾ കോൺഫറൻസിന് പേപ്പർ അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് പബ്ലിക്കേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ വളരെ സ്ട്രക്ചർ ആയ ഒരു പേപ്പർ ആണെങ്കിൽ മാത്രമേ അവരത് ഫർദർ അവരതിന് അത് നോക്കിയിട്ടാണ് സാധാരണ പബ്ലിഷബിൾ ആണോ എന്ന് നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണ് പബ്ലിഷ്. അപ്കമിങ് കോൺഫറൻസിന് നമുക്ക് ഒരുപാട് കോൺഫറൻസ് അലേർട്ടുകൾ കാണാം. പിന്നെ ലീഡിംഗ് ഓഫ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കോൺഫറൻസ് കൺട്രി വൈഡ് ലിസ്റ്റിംഗ്, സെമിനാർസ് ആൻഡ് കോൺഫറൻസസ് കൺട്രി വൈഡ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം കാണാം. അതിലൊക്കെ കുറെ നമ്മൾ നോക്കുമ്പോൾ കുറെ പ്രൈവറ്റ് ഏജൻസികൾ നടത്തുന്ന കുറെ കോൺഫറൻസുകൾ കാണാം. അത് കൂടുതൽ പൈസ ബേസ്ഡ് ആയിരിക്കും, പേയ്മെന്റ് വേണ്ടി വരും. നമ്മൾ സാധാരണ നോക്കുമ്പോഴേ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരുവിധം യൂണിവേഴ്സിറ്റികളും അവർ ആനുവൽ കോൺഫറൻസുകൾ നടത്താറുണ്ട്. ഇപ്പൊ നിങ്ങൾ JNU നോക്കുകയാണെങ്കിൽ, JNUയുടെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ JNUവിലെ പല ഡിപ്പാർട്ട്മെന്റുകളും ആനുവലി കോൺഫറൻസുകൾ നടത്തും. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി ഈസ് എൻ എക്സാമ്പിൾ. ഞാൻ അവിടെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ആനുവൽ ആയിരുന്നു, ഞാൻ അവിടെ ആയിരുന്നത് കൊണ്ട് തന്നെ എല്ലാ വർഷവും ഞാനൊരു കോൺഫറൻസോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പോ ഓർഗനൈസ് ചെയ്യായിരുന്നു. ഞാൻ മീൻസ് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. കാരണം അവർക്ക് സ്പെസിഫിക്കലി ഫണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, എവ്രി ഇയർ വൺ ഓർ ദി അതർ സെമിനാർ, സംടൈംസ് മോർ ദാൻ വൺ, വിൽ ബി ഓർഗനൈസ്ഡ് ബൈ എവ്രി ഡിപ്പാർട്ട്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഒന്നോ അതിലധികമോ കോൺഫറൻസ് അവിടെ ഓർഗനൈസ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പ്രിഫർ ചെയ്യാം. JNUവിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇല്ലെങ്കിലും ഒരുവിധം ഡിപ്പാർട്ട്മെന്റുകളിലും കോൺഫറൻസുകൾ ഇങ്ങനെ വരാറുണ്ട്. ജാമ്യയില് പല ഡിപ്പാർട്ട്മെന്റുകളിലും വർഷത്തിൽ ഒരു കോൺഫറൻസുകൾ നടക്കുന്നതാണ്. അപ്പൊ നമ്മൾ ലീഡിംഗ് യൂണിവേഴ്സിറ്റികളിലെ ഡിപ്പാർട്ട്മെന്റുകളിൽ പോയി അവരുടെ കോൺഫറൻസിന്റെ വെബ്സൈറ്റിലുള്ള കോൺഫറൻസ് അപ്ഡേറ്റ്സ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ പ്രൈവറ്റ് ഏജൻസികളുടെ കോൺഫറൻസ് വരും. അത് ശരിക്കും ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം പോലെയാണ്. അത്രയും സ്റ്റാൻഡേർഡ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നല്ല പേയ്മെന്റ് ബേസിസും ആയിരിക്കും. പിന്നെ ഇന്റർനാഷണലി ജർമ്മനിലേക്കുള്ള കുറെ യൂണിവേഴ്സിറ്റികൾ, കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പല കോൺഫറൻസുകളും ആനുവലി നടത്താറുണ്ട്, ഫണ്ടഡ് കോൺഫറൻസുകൾ. പക്ഷെ ഈ ഫണ്ടഡ് കോൺഫറൻസുകളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ മിക്കവാറും അത് റിസർച്ച് ബേസ്ഡ് ആയിരിക്കും. ഇന്റൻസീവ് റിസർച്ച് ചെയ്ത പേപ്പറുകൾ മാത്രമേ അതിന് സെലക്ട് ചെയ്യുള്ളൂ. കോൺഫറൻസ് അലേർട്സ് കൺട്രി വൈസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എക്സാക്ട്ലി അതിന്റെ പേര് ഞാൻ നോക്കാം. അതില് പക്ഷെ നമ്മൾ എല്ലാം കാണാറുണ്ട്, ഫ്രീ കോൺഫറൻസസും കോൺഫറൻസ് അലേർട്സ് കൺട്രി ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതില് പ്രൈവറ്റും പബ്ലിക്കും പ്രൈവറ്റും യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന എല്ലാം സാധനം വരാറുണ്ട്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഞാൻ when I was a research scholar, I'm just looking into, okay, ഞാനിത് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നു അതിന്റെ ഒരു നോഡ്. ഓക്കെ, ഇതിൽ ഞാൻ റിസർച്ച് സ്കോളർ, ജാമ്യയിൽ റിസർച്ച് സ്കോളർ ആയ സമയത്ത് എനിക്കൊരു കംപ്ലീറ്റ് ഫണ്ടഡ് കോൺഫറൻസ് എനിക്കൊരു റിയാദിൽ കിട്ടിയിരുന്നു. നല്ല 5 സ്റ്റാർ അക്കോമഡേഷൻ, എവറിത്തിങ് ഈസ് ഫ്രീ, വിസ, ടിക്കറ്റ്, എവറിത്തിങ് ഫ്രീ ആയിരുന്നു, ഈവൻ ഇൻക്ലൂഡിംഗ് ദ സൈറ്റ് സീയിങ്. അപ്പൊ അത് എനിക്ക് കിട്ടിയത് ഈ കോൺഫറൻസ് അലേർട്ട് കൺട്രി ലിസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തു, അങ്ങനെ കിട്ടി. അപ്പൊ ഒന്നിൽ കണ്ടു, നമ്മുടെ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി അവര് സെലക്ട് ചെയ്യും. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു. അതിന് സ്പെഷ്യൽ റിസർച്ച് നടത്തണമായിരുന്നു. അങ്ങനെ ഞാൻ സ്പെഷ്യൽ റിസർച്ച് നടത്തിയാണ് കൊടുത്തത്. സൗദിയിലെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു, റിയാദ് ബേസ്ഡ്. അങ്ങനെ കാര്യങ്ങളും അതിൽ വരും. അതോടൊപ്പം തന്നെ ഈ കൺട്രി ലിസ്റ്റിംഗ് എന്നുള്ളതിൽ നമുക്ക് കുറെ പെയ്ഡ് സാധനങ്ങളും വരും. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റികൾ നടത്തുന്നത് പലപ്പോഴും തിരഞ്ഞെടുക്കുക. പിന്നെ സബ്ജക്ട് വൈസ് പലയിടത്തും വ്യത്യാസം ഉണ്ടായിരിക്കും, അത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. അതിൽ പിന്നെ ഒരുപാട് കോൺഫറൻസുകൾ ഫെബ്രുവരി 2024 വരെയുള്ള കോൺഫറൻസിൽ ഞാൻ ഇപ്പെട്ട ലിങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫെബ്രുവരി 2024 വരെയുള്ള കോൺഫറൻസുകൾ വരെ അതിനകത്തുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺഫറൻസുകൾ ചെയ്യാത്തവർക്ക് അത് എന്തായാലും ഇപ്പൊ ഞാൻ ഈ ഒരു ലാസ്റ്റ് ഇട്ട ലിങ്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും അതിലൊന്ന് പോവുക, ഏതെങ്കിലും ഒരു കോൺഫറൻസുകൾ സെർച്ച് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഐ ഡു സംതിങ് അറ്റ്ലീസ്റ്റ്. ഇഫ് യു ഹവ് നോട്ട് ഡൺ എ പ്രോപ്പർ ഒരു സെമിനാർ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു കോൺഫറൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഞാനത് ചെയ്തിരിക്കും. ഇവൻ ഈ കോൺഫറൻസിന് പോകുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലി പോകാൻ ചിലപ്പോൾ പലപ്പോഴും ഒരു ഇതായിരിക്കും. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്യുക. ഗ്രൂപ്പ് ഫോം ചെയ്യാന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് എല്ലാവരും കൂടെ ഒരു പേപ്പർ എഴുതി പോകാന്നല്ല, ഇൻഡിവിജ്വലി ഒരു പേപ്പർ എഴുതുക, എല്ലാവരും പോവുക. 4 പേരോ 5 പേരോ ഒരു കോൺഫറൻസ് നന്നായിട്ട് എല്ലാവരും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്തിട്ട് നല്ല അബ്സ്ട്രാക്റ്റുകൾ എഴുതുക. 2-3 പേര് ഗ്രൂപ്പായിട്ട് പോവുക. അപ്പൊ നമുക്ക് ആ ട്രിപ്പും നന്നായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും അക്കാഡമിക് ഓറിയന്റഡ് ആവുകയും ചെയ്യും. എല്ലാവർക്കും ഓരോ പേപ്പർ ഉണ്ടായിരിക്കും, എല്ലാവരും അതിൽ വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ പല അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ സൈറ്റ് സീയിങ് ആക്കാം. ഫോർ എക്സാമ്പിൾ, യു ആർ ഗോയിങ് സം ഫോർ കാശ്മീരിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു കോൺഫറൻസിന് പോകുന്നു. അപ്പൊ 4-5 പേര് അപ്ലൈ ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് സൈറ്റ് സീയിങ് കാണാം, അതോടൊപ്പം നിങ്ങളുടെ കോൺഫറൻസും ചെയ്യാം. ഫണ്ടഡ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ടിക്കറ്റ് കിട്ടുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. പ്രത്യേകിച്ച് ICSR സ്പോൺസേഡ് ആണെങ്കിൽ ഒരുവിധം യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെയും അവര് 3rd AC എങ്കിലും തരാറുണ്ട്. നമുക്ക് ചെറിയ ചെറിയ എക്സ്പെൻസസ് അപ്പോൾ വരുള്ളൂ. NCERT നല്ലൊരു ഓപ്ഷനാണ്. NCERTയുടെ റീജിയണൽ സെന്റർ അജ്മീർ, റീജിയണൽ സെന്റർ മൈസൂർ, റീജിയണൽ സെന്റർ ഭുവനേശ്വർ, റീജിയണൽ സെന്റർ ഷില്ലോങ്, മെയിൻ ക്യാമ്പസ് ഡൽഹി, ഇവരൊക്കെ കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഫണ്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കോൺഫറൻസിന് നിങ്ങൾക്ക് 500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും പേയ്മെന്റ് ആസ് എ രജിസ്ട്രേഷൻ ഫീ. പക്ഷെ നിങ്ങൾ 3rd AC ട്രെയിൻ ഫെയർ പലപ്പോഴും റീഇംബേഴ്സ് ചെയ്യാറുണ്ട്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കവർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾ എടുക്കുക പരമാവധി. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? കേൾക്കുന്നില്ലല്ലോ. ഹലോ, ആ ഒരു ഡൗട്ട്. ഓക്കെ പറയാം. യെസ് ആദില പറയും. നമ്മള് ഇപ്പോ പേപ്പർ അയച്ചു കൊടുത്തു, അപ്പോ അവരത് പബ്ലിഷ് ചെയ്യുന്നില്ല, അപ്പൊ റിജക്ട് ചെയ്തു. പക്ഷെ നമുക്ക് അതില് എന്തെങ്കിലും എന്താണ് അതിന്റെ കുറവുകൾ, എന്താണ് അതിന്റെ റിവ്യൂ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവരതെങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യും തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മളൊരു കോൺഫറൻസ് ഒരു പേപ്പർ നമ്മൾ പബ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഞാൻ റിസർച്ച് സ്കോളർ ആയിരുന്ന സമയത്ത് 2009 ഞാൻ ബ്രിട്ടീഷ് ജേണൽ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, ഞാൻ ഇപ്പൊ എടുത്ത ജേണൽ ഉണ്ടല്ലോ, അതിനകത്ത് ഞാനൊരു പേപ്പർ, നമ്മൾ വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു സ്കോപ്പസ് ജേണലിൽ പബ്ലിഷ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഒരു മിനി റിസർച്ച് ചെയ്ത് ഞാൻ ഇതുപോലെ എക്സാക്ട്ലി അതിന്റെ സ്റ്റൈലൊക്കെ എഴുതി. അപ്പൊ സ്റ്റൈല് എക്സാക്ട്ലി അതുപോലെ ആയതുകൊണ്ട് അവർ റിവ്യൂവിന് കൺസിഡർ ചെയ്തു. എന്റെ പേപ്പർ ഒരു 15-16 പേജസ് ആയിരുന്നു. പക്ഷെ എനിക്ക് വന്ന റിവ്യൂ റിപ്പോർട്ട് 12 പേജസ് ആയിരുന്നു. 12 പേജിലെ റിവ്യൂ, എവറി ലൈൻ ബൈ ലൈൻ, സെന്റൻസ് ബൈ സെന്റൻസ് അവര് കറക്ഷൻസ് പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് ഇത് ഇവിടെ അപ്രോപ്രിയേറ്റ് അല്ല. ചിലപ്പോൾ നമ്മൾ കുറെ കോണ്ടെക്സ്റ്റലി നമ്മൾ കുറെ കാര്യങ്ങൾ പറയും. എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ പറയുന്ന ചില ബ്ലണ്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ സ്കൂളുകളിലൊക്കെ തന്നെയും പ്രോപ്പർ അല്ല, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഇൻ ഇന്ത്യ. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ബ്ലണ്ടേഴ്സ്, കുറെ നമ്മൾ പറയാറുണ്ട്, ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയാറുണ്ട്. ശരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ വളരെ മൈന്യൂട്ട് ആയിട്ട് റിവ്യൂ നമുക്ക് തരും. ഞാനൊരു റിവ്യൂവർ ആണ് ചില ജേർണൽസിന്. ഇപ്പൊ ബ്രിട്ടീഷ് ജേണൽ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ even though my paper rejected, I got a chance of being a representation as a reviewer. ഞാനൊരു റിവ്യൂവർ ആയി മാറി. കാരണം എന്റെ ഏരിയ അവർ മനസ്സിലായി കഴിഞ്ഞാൽ they will give us some review. As a research scholar, I got a chance of reviewing a paper. അപ്പോൾ അത് ഒരു ഓസ്ട്രേലിയൻ ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റിലെ മൊത്തം ആളുകളെയും എടുത്തിട്ടുള്ള ഒരു ബിഗ് സ്റ്റഡി ആയിരുന്നു. പക്ഷെ ഞാൻ ആസ് എ റിസർച്ച് സ്കോളർ പോലും എനിക്ക് അതിന്റെ ഒരു റിവ്യൂ, ഇപ്പൊ നിങ്ങളൊരു പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ റിജക്ട് ചെയ്താലും ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റാബേസിൽ, അവരുടെ ഡാറ്റാബേസിൽ നിങ്ങളുടെ പേര് വന്നു. ഇപ്പൊ ആദില ഹുസൈൻ എന്ന് വന്നു കഴിഞ്ഞാൽ they will give you a kind of assignment as a review. അപ്പൊ നിങ്ങളുടെ പേര്, അതെ, ഇപ്പൊ എന്റെ പേര് അതിനകത്ത് അവരുടെ ഒരു ജേർണലിൽ അടിച്ചു വന്നു. കാരണം ഞാൻ എന്റെ പേപ്പർ പബ്ലിഷ് ചെയ്തില്ല, പക്ഷെ ആസ് എ റിവ്യൂവർ ഐ ബിക്കെയിം മൈ നെയിം ഈസ് ഇൻ ദെയർ ലിസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. അതിൽ നമുക്ക് ഒരു കണ്ടീഷൻസ് വരും. നമുക്ക് റിവ്യൂ ചെയ്യുമ്പോഴേ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായുള്ള ഡയറക്ഷൻ, ഇതൊക്കെ നിങ്ങൾ റിവ്യൂ ചെയ്യണം, ഏതൊക്കെ തരത്തിൽ ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത്, ലൈൻ ബൈ ലൈൻ നമ്മൾ നോക്കിയിട്ട് എഴുതണം. അതുപോലെയുള്ള റിവ്യൂ കമന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. ചിലപ്പോൾ അവർ റീസബ്മിറ്റ് ചെയ്യാൻ പറയും.
റീസബ്മിറ്റ് ചെയ്യാൻ പറയും. വളരെ മൈനർ കറക്ഷൻസ് ആണെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാൻ പറയും. മേജർ കറക്ഷൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് റിജക്ഷൻ വരും, ചിലപ്പോൾ റിവിഷൻ ആയിരിക്കും. വീണ്ടും നമുക്ക് 1-2 മാസം തരും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് അവർ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എവിടെയാണ് നമ്മുടെ ലൂപ്പ് ഹോൾസ് എന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് നമുക്ക് വേറെ ജേർണലുകൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഗുഡ് ഈവനിങ് എത്തുക. നമ്മളിത് കുറച്ച് കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സെഷനാണ് സമീർ സാർ ഒരു സെഷൻ. ഇപ്പോൾ അക്കാഡമിക് പബ്ലിക്കേഷൻ കൺസേൺസ് ആൻഡ് ചലഞ്ചസ് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ ഭയങ്കര ബേസിക് ആയിട്ട് തന്നെ, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെ സാറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സാറിന് പ്രത്യേകം നന്ദി പറയാണ്. ഇനിയും തുടർന്നുള്ള സ്മൃതിന്റെ പ്രോഗ്രാംസിൽ സാറിന്റെ കോപ്പറേഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനുവേണ്ടി എത്തിച്ചേർന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്മൃതിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.